ഹായ് ഡിയർ സ്റ്റുഡൻസ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു യൂണിറ്റ്സ് ആണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ 7th യൂണിറ്റ് ആയിട്ടുള്ള കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. ഇതിൽ ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത് 2 ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഇൻഡെംനിറ്റി എന്താണ്, രണ്ടാമത്തത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. ഈ 2 കോൺട്രാക്ട് പഠിക്കുന്നതിലൂടെ ഈ ചാപ്റ്റർ കഴിയും. ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് വളരെ നമുക്ക് കുറച്ച് ഫ്യൂ ഏരിയാസ് മാത്രമേ ഇൻഡെംനിറ്റിയെ കുറിച്ച് പഠിക്കാനുള്ളൂ. കൂടുതലും ഇതിൽ പഠിക്കാനുള്ളത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏതിലോട്ട് കിടക്കാം, നമ്മുടെ ടോപ്പിക്സിലോട്ട് കിടക്കാം. സോ നമുക്ക് ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, യെസ്, നമുക്ക് വഴി ഓരോന്നായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്? എന്താണ്? സോ നമുക്ക് നോക്കാം. ദ ടേം ഇൻഡെംനിറ്റി ലിറ്ററലി മീൻസ് സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ലോസ്. എന്തെങ്കിലും നമുക്കൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ സെക്യൂരിറ്റി നിൽക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇൻഡെംനിറ്റി കോൺട്രാക്ട് ചെയ്യാൻ എന്താന്ന് പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങളൊരു ബൈക്ക് മേടിച്ചു. ഓക്കെ, യെസ്. ഈ ബൈക്ക് മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇതിന് ഇൻഷുറൻസ് ഒക്കെ അടക്കുന്നുണ്ടാവും അല്ലെ? എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി. അങ്ങനെ വെച്ചാൽ ആ ആക്സിഡന്റിൽ നിങ്ങൾക്ക് ഒരു ലോസ് ഉണ്ടായില്ലേ? ഓക്കെ, നിങ്ങൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഈ ആക്സിഡന്റിൽ ഒരു ലോസ് ഉണ്ടായി. ഈ ലോസ് ഈ ലോസ് എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് ആരാ തരിക? ഇൻഷുറൻസ് കമ്പനി തരും അല്ലെ? അപ്പൊ നോക്കടാ, നിങ്ങൾക്ക് ഉണ്ടായ ഒരു നഷ്ടം, ഓക്കെ, അല്ലെങ്കിൽ ഒരു ലോസ് ആര് പരിഹരിച്ച് തരികയാണ് ഇവിടെ? ഇൻഷുറൻസ് കമ്പനി. എത്രയാണോ നഷ്ടം ഉണ്ടായത് ആ നഷ്ടം ഉണ്ടായ എമൗണ്ട് നിങ്ങൾക്ക് ഫുൾ ആയിട്ടും തരാണ്. ഇതിനെയാണ് ഇൻഡെംനിറ്റി കോൺട്രാക്ട് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? യെസ്. ഇവിടെ നോക്കിയേ, അതിന് നിങ്ങൾ എന്ത് ഉണ്ടാവും? ഒരു ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അതിന് പകരമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ ഇൻഡെംനിഫൈ ചെയ്ത് തരുന്നത്. ഇൻഡെംനിഫൈ ചെയ്യാറുന്നാല് നമുക്കൊരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലോസ് അവരെന്ത് ചെയ്തു? കറക്റ്റ് ചെയ്ത് തരും. ആ ലോസ് എത്ര എമൗണ്ട് ആണോ അത് നമുക്ക് തരും. ഇങ്ങനത്തെ കോൺട്രാക്റ്റിനെ എന്ത് പറയുന്നത്? ഇൻഡെംനിറ്റി കോൺട്രാക്ട് എന്ന് പറയുന്നത്. നോക്കിക്കോ അതിന്റെ ഡെഫിനിഷൻ. ദ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 124 പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് എന്താ പറയുന്നത്? എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ലോസ് കോസ്ഡ് ടു ഹിം ബൈ കണ്ടക്ട് ഓഫ് ദി പ്രോമിസർ ഹിംസെൽഫ് ഓർ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ. നോക്കടാ, ഒരാള് മറ്റൊരാൾക്ക് പ്രോമിസ് കൊടുക്കുന്നു. എന്തിന്? സേവ് ദ അതർ ഫ്രം ദ ലോസ്. എന്ത്? ഒരു ലോസ് ഉണ്ടാവുന്നതിന് നിന്നും ഒരു എന്ത് ചെയ്യുന്നു? ലോസ് ഉണ്ടാവുന്നതിന് സേവ് ചെയ്യാന്ന് പറയുന്നു. ടു ഹിം. എന്തുകൊണ്ട്? ബൈ കണ്ടക്ട് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ്. അല്ലെങ്കിൽ പ്രോമിസർ ഒന്നല്ലെങ്കിൽ അയാൾ തന്നെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടക്ട്. ഇപ്പൊ ആക്സിഡന്റിൽ ഒരു തേർഡ് പേഴ്സൺ ആണ്. ഇൻഷുറൻസ് കമ്പനിയാണ് അവിടെ ഇത് ഉണ്ടാക്കിയത്, ഈ ആക്സിഡന്റ് അല്ല. പ്രോമിസർ ഇവിടെ ആരാ? നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയാണ്. ഒന്നല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി കാരണത്താല്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സൺ. ഇവിടെ വേറെ ഒരാളായിട്ടാണ് എന്ത് ചെയ്തത്? ആക്സിഡന്റ് ആയത്. സപ്പോസ് ഒരു കാറുകാരനായിട്ടാണ്, ആരായിക്കോട്ടെ. സോ അങ്ങനെ ഒരു ആക്സിഡന്റ് ആയി ആ ലോസ് നികത്തി കൊടുക്കാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ലോസ് ഒന്ന് സേവ് ചെയ്യാം എന്ന് പറയുന്നതിന് പറയുന്ന പേരാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഓക്കെ, ഇവിടെ 2 പാർട്ടീസ് ഉണ്ടാവും കോൺട്രാക്ട്. ദ പാർട്ടി ഹൂ പ്രോമിസസ് ടു ഇൻഡെംനിഫൈ സേവ് ദ അതർ പാർട്ടി ഫ്രം ദ ലോസ്. ലോസിൽ നിന്നും ആരാണോ തന്നെ അയാളെ പറയുന്ന പേരാണ് ഇൻഡെംനിഫയർ. അതായത് നമ്മൾ മുകൾ പറഞ്ഞതില് ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? അവരാണ് പറഞ്ഞത് ഇൻഡെംനിഫൈ ചെയ്ത് തരാന്ന്. അങ്ങനെ ഇൻഡെംനിഫൈ ചെയ്ത് തരാന്ന് പറഞ്ഞ ആളെ നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡെംനിഫയർ എന്നും. ആർക്കാണ് ഇൻഡെംനിഫൈ ചെയ്ത് കൊടുക്കുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ബൈക്ക് മേടിച്ചില്ലേ, ആ ബൈക്കുകാരനെയാണ് എന്ത് പറയുന്നത്? ഇൻഡെംനിഫൈഡ് എന്നും അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ എന്നും പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആർക്കാണോ ഇൻഡെംനിഫൈ ചെയ്ത് കൊടുക്കുന്നത് അയാളാണ് ഇൻഡെംനിഫൈഡ് എന്നോ അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. എക്സാമ്പിൾസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. നമ്മൾ ആൾറെഡി ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ആ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. However, the above definition, indemnity restricts the scope of contract indemnity and has how much cover is only the loss caused by. ഓക്കെ, നോക്കട്ടെ, ആരൊക്കെയാവാം? ഒന്നല്ലെങ്കിൽ പ്രോമിസർ കാരണം തന്നെ എന്ത് ചെയ്യാം? ആ ഒരു ലോസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇനി തേർഡ് പാർട്ടി, ഏതെങ്കിലും തേർഡ് പാർട്ടി
എന്ത് ചെയ്യാം, കാരണം കൊണ്ടോ ആ ഒരു ലോസ് ഉണ്ടാവാം. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞു ഒന്നല്ലെങ്കിൽ പ്രോമിസറുടെ കാരണം കൊണ്ട് അവിടെ ഒരു ലോസ് ഉണ്ടാവാം, അല്ലെങ്കിലോ ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് പറയാൻ ഇവിടെ രണ്ടാള് കാരണം ലോസ് ഉണ്ടാവാൻ പറ്റുള്ളൂ. ആ ഇന്ത്യൻ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ, ഒന്നല്ലെങ്കിൽ പ്രോമിസറുടെ കാരണത്താൽ, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ദ ആക്ട് ഓഫ് കോഡ് അല്ലെങ്കിൽ നാച്ചുറൽ ഇവന്റ് നോട്ട് കവേർഡ് അല്ലെ. ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരാള് കാരണം അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അവിടെ ഒരു തേർഡ് പേഴ്സൺ ആണ്. അല്ലാതെ സപ്പോസ് എന്താ പറയാ സുനാമി, ഓക്കെ, സുനാമി വന്നു, അല്ലെങ്കിൽ ഭൂമി വിൽക്കുണ്ടായി, എർത്ത് ക്വയ്ക്ക് ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ലോസ് അതിനും എന്താ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ നാച്ചുറൽ കലാമിറ്റീസ് ഇല്ലേ, അത് കാരണം എന്ത് വരാം, ലോസ് വരാൻ പറ്റൂലേ. അപ്പൊ അത് ഇന്ത്യൻ ലോ പ്രകാരം എന്ത് ചെയ്യൂല, അങ്ങനെ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി അണ്ടർ ഇന്ത്യൻ ലോയിൽ വരുന്നില്ല. പക്ഷേ അവിടെ ഒരു കേസ് ഉണ്ട്, അങ്ങനെയും കോടതി വിധിച്ചിട്ടുണ്ട്. ഏതെന്നറിയോ? ഗജനൻ മോർഷർ ആൻഡ് മോർഷർ മഡ എന്ന് പറയുന്ന ഒരു കേസിലോ. ഓക്കെ, യെസ്. അതിൽ നോക്കടാ, ഇംഗ്ലീഷ് ലോ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇംഗ്ലീഷ് ലോയില് നോക്കടാ, ആസ് പെർ ഇൻഡെംനിറ്റി മീൻസ് പ്രോമിസ് ടു സേവ് അനദർ ഹാംലെസ് ഫ്രം ലോസ്. Here the cover loss made due to negligence, promise or natural calamity or by accident. ഇംഗ്ലീഷ് ലോയില് പറയുന്നുണ്ട് എന്ത്, അത് ഒന്നല്ലെങ്കിൽ പ്രോമിസറുടെ പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രോമിസർ ആണ് ആ ലോസിന് കാരണമാവാം, അല്ലെങ്കിലോ ഒരു തേർഡ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റി ആയാലും പ്രശ്നമില്ല. ഏതില്? ഇംഗ്ലീഷ് ലോയില്. അപ്പൊ നമ്മുടെ കോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സംടൈംസ് ഇംഗ്ലീഷ് ലോയും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ, യെസ്. അപ്പൊ നോക്കടാ, അപ്പൊ ഇംഗ്ലീഷ് ലോയിൽ ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഇന്ത്യൻ ലോയിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. എന്ത് നാച്ചുറൽ കലാമിറ്റി കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇൻഡെംനിറ്റി ആ കോൺട്രാക്ട് ഏതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇന്ത്യൻ ലോയിൽ ഡിസ്കസ് ചെയ്യില്ല, അതെവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ലോയില പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് കൂടെ ഉണ്ട് എന്ന് ഇവിടെ ജസ്റ്റ് പറയാം. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നമ്മളുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺട്രാക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് തരം കോൺട്രാക്ട് ഉണ്ട് അല്ലെ. ഓക്കെ, ഒന്ന് പറയും എക്സ്പ്രസ് കോൺട്രാക്ട് ഉണ്ട് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട് ഉണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നതും ഈ രണ്ടെണ്ണം ഉണ്ട്. നോക്കിക്കോ, എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ലൈക്ക് അതർ കോൺട്രാക്ട് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഇതും എക്സ്പ്രസ്സും ആവാം, ഇംപ്ലൈഡും ആവാം. ഓക്കെ, അതാണ് ഈ താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ കോൺട്രാക്ട് indemnity is said to be express when the person express promised to compensate other from loss. ഒന്നല്ലെങ്കിൽ വായോണ്ട് പറയാം, അല്ലെങ്കിൽ എഴുത്, റിട്ടേൺ. ഓക്കെ, ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് എന്താ പറയും ഇൻഡെംനിറ്റി കോൺട്രാക്ട് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി അതെന്താണ്, എക്സ്പ്രസ്ലി പ്രോമിസ് ചെയ്യണം. ഓക്കെ, അത് പറയലാവാം, വേർഡ് ആവാം, എന്താ പറയാ, അല്ലെങ്കിൽ റൈറ്റ് ചെയ്തുള്ള എന്തെങ്കിലും കോൺട്രാക്ട് ആവാം, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ അതിനെ എക്സ്പ്രസ് ആയിട്ടുള്ള കോൺട്രാക്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. എ കോൺട്രാക്ട് ഇൻഡെംനിറ്റി ഈസ് സെഡ് ടു ബി ഇംപ്ലൈഡ് വെൻ ഇറ്റ് ഇൻഫോംഡ് ഫ്രം ദ കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ്. പാർട്ടീസിന്റെ കണ്ടക്റ്റിൽ നിന്ന് മനസ്സിലാവും, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവിടെ എന്തുണ്ട്, ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയും. ഓക്കെ, യെസ്. ഇനി നോക്കിക്കോ, എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി അതർ കോൺട്രാക്ട് മസ്റ്റ് ബി ഫുൾഫിൽ ദ എസെൻഷ്യൽ വാലിഡ് ഓഫ് എ കോൺട്രാക്ട്. നമ്മൾ എസെൻഷ്യൽ വാലിഡിറ്റി ഓഫ് എ കോൺട്രാക്ട് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 10 പറഞ്ഞത്, സെക്ഷൻ 10 പറയാത്തത്. സോ അതൊക്കെ ആരും ഫുൾഫിൽ ചെയ്യണം അല്ലെ, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയുടെ ഫുൾഫിൽ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നോക്കട്ടെ, എ ആസ്ക് ടു ബീറ്റ് സി. എ ബിനോട് ചോദിച്ചു ആരെ അടിക്കാൻ വേണ്ടിയിട്ട്, സീനെ അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രോമിസ് ടു ഇൻഡെംനിഫൈ ഹിം അഗൈൻസ്റ്റ് ദ കോൺസിക്വൻസ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കാമെന്നും പറഞ്ഞു. ഓക്കെ, യെസ്. ദ പ്രോമിസർ എ കനോട്ട് ബി എൻഫോഴ്സ്ഡ്. സപ്പോസ് ബി ബീറ്റ്സ് സി, ബി സീനെ അടിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് 1000 റുപ്യ എന്ത് ചെയ്തു, പെനാൾട്ടി വന്നു. ബി കനോട്ട് ക്ലെയിം ദിസ് എമൗണ്ട് ഫ്രം എ. എന്ന് അത് ക്ലെയിം ചെയ്യാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ദ അഗ്രിമെന്റിന് അൺലോഫുൾ, നിയമത്തിനെതിരാണ്. ഒരാളെ തല്ലാന്നൊക്കെ പറയുന്നത് നിയമത്തിനെതിരായതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡെംനിറ്റി കോൺട്രാക്ട് ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇതെന്താണ്, വോയിഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിപ്പോ നേരത്തെ ഇത് ആക്സിഡന്റില് നമ്മൾ നേരത്തെ ഫസ്റ്റ് എന്താ പറയാ നമ്മുടെ എക്സാമ്പിൾ തന്നെ കൊണ്ടുവരാം.
അല്ലെ? അവിടെ എന്ത് ചെയ്തു? വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു ഞങ്ങൾ അത് ഇൻഡംനിഫൈ ചെയ്ത് തരാം. നമ്മൾ ആൾറെഡി എന്താ പറയുക ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ. ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്ന് പറയുന്നത് അത് ആൾറെഡി നമ്മൾ ആ കോൺട്രാക്റ്റിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റൈറ്റ്സ് ഓഫ് ഇൻഡംനിറ്റി ഹോൾഡർ, അതായത് നമ്മുടെ ബൈക്കാണല്ലോ. ഓക്കെ, ആ ബൈക്കിൽ വെൻ സ്യൂഡ് നമ്മൾ അവർക്കെതിരെ കേസ് കൊടുക്കണം. നമ്മൾ ആർക്കെതിരെ? നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ കേസ് കൊടുത്തു, ഞങ്ങൾക്ക് ഈ ലോസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ഓക്കെ, എന്തൊക്കെ എമൗണ്ട്സ് അല്ലെങ്കിൽ എത്ര എമൗണ്ടാണ് കിട്ടുക? The promisee in the contract of indemnity acting within the scope of his authority tend recover from the promiser, അല്ലെങ്കിൽ ഇൻഡംനിഫയറിന് അല്ലെങ്കിൽ പ്രോമിസറിന്, അതായത് ഇൻഷുറൻസ് കമ്പനി ഏതൊക്കെ എമൗണ്ട്സ് നമ്മൾ മേടിക്കാൻ പറ്റും? ഇത് എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സെക്ഷൻ 125. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, മേ ബി ചോദിക്കാം. ഓക്കെ, all damages which may be compelled to pay in any suit, അതായത് ഇപ്പൊ ആക്സിഡന്റിൽ നമുക്ക് ആക്ച്വലി ലോസ് വന്നില്ല ഒരു എമൗണ്ട്, ആ ലോസ് വന്നിട്ടുള്ള എമൗണ്ട്, അതായത് നമുക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ ആ ഡാമേജ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഫുൾ ആയിട്ടും ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. കഴിഞ്ഞില്ല. ആൾ കോസ്റ്റ് വിച്ച് ഹി മേ ഹാവ് ബീൻ കമ്പൽഡ് ടു പേ ബ്രിങ് ഡിഫെൻഡിങ് ദ സ്യൂട്ട് ആൻഡ് അതുപോലെ തന്നെ ഒരു എമൗണ്ട് കിട്ടും. ഏതാണോ എമൗണ്ട്? നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കേസ് നടത്തേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? കേസ് നടത്താൻ, അതായത് ഡിഫെൻഡ് ചെയ്യാൻ പ്രതിരോധിക്കാൻ, അതിനൊക്കെ നമുക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഈ ഒരു കേസ് നടത്തേണ്ടി വരും, അതിന് ഒരുപാട് പോയി ആളുകളെ കാണേണ്ടി വരും. അപ്പൊ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് ചെലവ് വന്നിട്ടുണ്ടാവില്ലേ? ആ ഒരു എമൗണ്ട് എവിടുന്ന് കിട്ടും? ആ ഇൻഡംനി ഫയറിൻ്റെക്കുന്ന് കിട്ടും. ഓക്കെ, ഇൻഡംനി ഫയറിൻ്റെക്കുന്നും. അതുപോലെ തന്നെ all the sums which may have been paid under the ടേംസ് ഓഫ് കോംപ്രമൈസ് ഓഫ് സ്യൂട്ട്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻഡംനിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ കോംപ്രമൈസ് ചെയ്യും. മനസ്സിലാവും? ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്തു, ഇപ്പോൾ 1 ലക്ഷം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം ആര് തരണം? മനസ്സിലാവും? ആക്സിഡന്റിൽ ആര്, നമ്മളിപ്പോ നമ്മൾ 1 ലക്ഷം റുപ്യയുടെ നമുക്ക് നഷ്ടം ഉണ്ടായെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപക്ക് സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചു. ഇൻഷുറൻസ് കോൺട്രാക്ട് മാത്രമല്ല, എനി കോൺട്രാക്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം ആര് കൊടുക്കും? ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ എന്തെങ്കിലും എമൗണ്ട്സ് ഉണ്ടോ, ആ എമൗണ്ട്സും ആരേക്കുന്ന് മേടിക്കാം? ഇൻഡംനിഫയറിന് മേടിക്കാം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വെൻ ഡസ്, ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ എന്താന്നുള്ളത്. ഓക്കെ, ഇനി വെൻ ഡസ് ദ ലയബിലിറ്റി ഓഫ് ആൻ ഇൻഡംനിഫയർ കമൻസ്, എപ്പോ മുതലാണ് ഇൻഡംനിഫയർ, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുക? ഓക്കെ, the commencement of the indemnity, however, on the basis of judicially stated indemnifier commences. Okay, നോക്കിക്കോ. Silent. Okay, although the Indian contract at 1872 silence on the time of commencement of liability of indemnifier, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി അല്ലെങ്കിൽ ആ കൊടുക്കേണ്ട ബാധ്യത എപ്പോഴാണ് തുടങ്ങുന്നതിനെ പറ്റി നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സൈലന്റ് ആണ്, അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ്, എപ്പോഴാണ് തുടങ്ങുക? നമുക്കിത് മനസ്സിലാവുന്നത്, ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ദ ലയബിലിറ്റി ഓഫ് ഇൻഡംനിഫയർ, ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഡംനിഫയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? അവർ ഇൻഡംനിഫൈ അവരുടെ ആ ലയബിലിറ്റി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? കമൻസ്മെന്റ്സ് as soon as the liability of indemnity holder becomes absolute and certain. അതായത് എനിക്ക് നഷ്ടം ഉണ്ടായി എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് ആൻഡ് സെർട്ടൈൻ ഉറപ്പായി കഴിഞ്ഞാൽ അത് ഇൻഡംനിഫൈ ചെയ്യാന്ന് പറയുന്ന ആരുടെ ഇതാണ്? ആരുടെ ഭാഗത്തുള്ള ആര് ചെയ്യണം? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് എനിക്കുണ്ടായ ലോസ് എന്തായാലും റിക്കവർ ചെയ്ത് തന്നേ പറ്റുള്ളൂ. അപ്പൊ എന്റെ ലയബിലിറ്റി, എന്റെ ലോസ് ഉറപ്പായി കഴിഞ്ഞാൽ അത് ആരുടെ, അപ്പം മുതൽ ആരുടെ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യും? ഇൻഷുറൻസ് കമ്പനിയുടെ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, യെസ്. ഉണ്ടോ ഇവിടെ വേറൊരു എക്സാമ്പിൾ 5. ലോസ് ഹൗ മേ സഫർ ഫ്രം ദ, ഉണ്ടോ, ലോസ് ബിക്കം സർട്ടൈൻ, ലോസ് ഉറപ്പായി കഴിഞ്ഞാൽ ഇറ്റ്സ് മേ ക്ലെയിം ദ എമൗണ്ട് ഓഫ് ദ ലോസ്. അതായത് നമുക്ക് ആക്സിഡന്റ് ഉണ്ടായി, നമുക്ക് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആർക്കെതിരെ കേസ് കൊടുക്കുക? നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയെതിരെ ആ ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ലോസ് ഇൻഡംനിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ആ പ്രൊസീഡിങ്സ് അതുമായിട്ട് മുന്നോട്ട് പോകാം. മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഇതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. വളരെ കുറച്ച് ഏരിയാസ് ഉള്ളൂ ഇതിൽ. 1 section 24 1 section 125 ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 124 എന്താ പറയുന്നത്, എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. അതുപോലെ തന്നെ 125 എന്താ പറയുന്നത്,
ഏതൊക്കെ എമൗണ്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ എമൗണ്ട്സ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെക്ഷൻ 125 ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അപ്പൊ അത് കഴിഞ്ഞു, വളരെ ചെറിയൊരു ഏരിയ. ഇനി കുറച്ചുകൂടെ വലിയ ഏരിയ ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ആളാ. ഇപ്പോ സപ്പോസ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ഇപ്പോ ഞാന് ഓക്കെ യെസ് നിങ്ങളുണ്ട്, നിങ്ങളെ പേര് ആരാണെങ്കിൽ അയാൾ, എടാ ഞാന് നിങ്ങൾ എൻ്റെ ഒന്ന് കടം വന്ന് ചോദിച്ചു, അത് തുക എനിക്ക് ഒരു 1,00,000 രൂപ വേണം. എത്ര ലക്ഷം രൂപ? 1,00,000 രൂപ വേണം. അതില് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല. ഓക്കെ യെസ്. അപ്പൊ എനിക്ക് നിങ്ങളെ വിശ്വാസം അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു 1,00,000 ഞാൻ തരുക ചെയ്യാം, നിങ്ങളോട് പറയാട്ടോ, 1,00,000 ഞാൻ തരുക ചെയ്യാം, പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമല്ല, എനിക്ക് ആരെങ്കിലും ഒരു ഗ്യാരണ്ടി നിൽക്കണം എന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഫ്രണ്ട് ഒരു സർക്കാർ എംപ്ലോയി ഒക്കെ ആണെന്ന് വിചാരിച്ചു, അയാള് എസ് എന്ന് പറഞ്ഞ ഒരാള് നിങ്ങളുടെ ഫ്രണ്ട് എന്ത് ചെയ്തു? എനിക്ക് ഗ്യാരണ്ടി തന്നു, ഉറപ്പ് തന്നു. എന്ത്? ഈ 1,00,000 മുകളിൽ. അതിനർത്ഥം എന്താ? ഇവിടെ 1,00,000 ചിലപ്പോ നിങ്ങൾ ഈ 1,00,000 എൻ്റെ, ഞാൻ 1,00,000 നിങ്ങൾക്ക് നിങ്ങളുടെ കടമായിട്ട് തന്നു, 1,00,000 തന്നു. 1,00,000 തന്നതിന് ശേഷം ഞാൻ ഈ എമൗണ്ട് തിരിച്ചു ചോദിച്ചപ്പോ നിങ്ങൾ മുങ്ങി, നാട് വിട്ടു. ഓക്കെ യെസ്. അപ്പൊ ഈ നാട് വിട്ട് കഴിഞ്ഞാല് എനിക്ക് ഈ 1,00,000 കിട്ടണം ഇല്ല. പക്ഷെ എനിക്ക് ഈ 1,00,000 വേണ്ടിയിട്ട് ആരെ സമീപിക്കാം? നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള എസിനെ സമീപിക്കാം. എന്ത്? എടാ എനിക്ക് 1,00,000 വേണം. അപ്പൊ എസ് എന്ത് ചെയ്യും? 1,00,000 എനിക്ക് തരും. തരണം, ആള് നിർബന്ധമാണ് കേട്ടോ. ഈ കോൺട്രാക്റ്റിന് പറയുന്ന പേരാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഓക്കെ ആണല്ലോ? പിന്നെ പറയുന്ന പേരാണ് എന്ത്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. നോക്കടാ, ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഷുവർട്ടി, പ്രിൻസിപ്പൽ, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി? നോക്കിക്കോ. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ പെർഫോം പ്രോമിസ് മെയ്ഡ് ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫാൾട്ട്. അതായത് ഒരാളുടെ ഡിഫാൾട്ട് അല്ലെ, ഇപ്പൊ ഈ 1,00,000 നിങ്ങൾ എനിക്ക് തരണമായിരുന്നു, പക്ഷെ നിങ്ങൾ തന്നോ? ഇല്ല. നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എനിക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ കാരണം അയാൾ എനിക്ക് ഗ്യാരണ്ടി തന്നതാണ് അപ്പൊ ആ എമൗണ്ടിന്റെ മുകളിൽ. അപ്പൊ അയാൾ ഗ്യാരണ്ടി തന്നുകൊണ്ട് എനിക്ക് അയാളുടെ കേസ് കൊടുത്തിട്ട് ആ 1,00,000 എനിക്ക് റിക്കവർ ചെയ്തെടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു നമ്മുടെ റിയൽ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻ ആണ്, ഇപ്പൊ നമ്മള് ബാങ്കിലൊക്കെ പോയിട്ട് നമ്മൾ ലോൺ ആവശ്യം, അവർ ഒരു ഗ്യാരണ്ടി ആളെ ചോദിക്കും, ഗ്യാരണ്ടി വേണമെന്ന് പറയും. ഗ്യാരണ്ടി ആർക്കെങ്കിലും ഒരു സാധാരണ ഒരു സർക്കാർ എംപ്ലോയി അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ മാത്രമേ ഇതിൽ സെലക്ട് ചെയ്യാറുള്ളൂ, ഗ്യാരണ്ടി എന്ന് പറയുന്ന ഇതിൽ സെലക്ട് ചെയ്യാറുള്ളൂ. അത് എന്തുകൊണ്ടാ? എന്നാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സർക്കാർ ജോലിക്ക് ആകുമ്പോൾ എന്തായാലും അവരുടെ സാലറി കിട്ടും എന്നുള്ളത് ഉറപ്പല്ലേ. സോ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ആ എമൗണ്ട് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി ഇതില് 3 പേഴ്സൺസ് ഉണ്ടാവുക. ഇൻഡംനിറ്റി എന്ന് പറയുന്നതിൽ എത്ര പേഴ്സൺസ് ഉണ്ടായിരുന്നത്? 2. ഇൻഡംനിഫയറും ഇൻഡംനിറ്റി ഹോൾഡറും. ഇവിടെ 3 പാർട്ടീസ് ഉണ്ടാവും. കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയിൽ ഗ്യാരണ്ടിയിൽ എത്ര ആളുണ്ടാവും? 3 ആള്. എന്ന് പറയുന്നത് പേഴ്സൺ ഷുവർട്ടി. ഷുവർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ ഹു ഗിവ്സ് ദ ഗ്യാരണ്ടി. അപ്പൊ ഈ ഒരു കേസിൽ ആരാ ഷുവർട്ടി? ഈ എസ് എന്ന് പറഞ്ഞ ആളാണ് ആര്? ഷുവർട്ടി. കാരണം അയാളല്ലടാ നിങ്ങൾക്ക് ഗ്യാരണ്ടി തന്നത്, അയാളെ നമ്മൾ ഷുവർട്ടി എന്ന് വിളിക്കുക. ഇത് ഈ 3 പേഴ്സൺസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ബാക്കിയുള്ള എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. രണ്ടാമത്തതാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫാൾട്ട് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ. ഓക്കെ, പ്രിൻസിപ്പൽ ആണ് എന്താ? ഇതിലിപ്പോ ആരാണ് പ്രിൻസിപ്പൽ? നിങ്ങളാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. കാരണം നിങ്ങളല്ലടാ എൻ്റെ പൈസ മേടിച്ചത്, നിങ്ങളുടെ ഡിഫാൾട്ടിലല്ലേ ഷുവർട്ടി പൈസ കൊടുക്കേണ്ടത്. അപ്പൊ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ അതാരാണ്? നിങ്ങളാണ്. ഓക്കെ യെസ്. ഇനി ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ. ആർക്ക് ഗ്യാരണ്ടി തന്നത്? എസ്. നിങ്ങളുടെ ഫ്രണ്ട് ആർക്കാണ് ഗ്യാരണ്ടി തന്നത്? എനിക്കല്ലേ. അപ്പൊ ഞാനാണ് ആര്? ക്രെഡിറ്റർ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും, ഷുവർട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും, അതുപോലെ തന്നെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. ഈ 3 ആളും കൂടെ കൂടുമ്പോഴാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ടാവുന്നത്. ഈ 3 ആളെയും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? എനിക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോയി കൂടെ.
യെസ്, ഇവിടെ നോക്കിക്കോ, ഇവിടെ 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇത് തന്നെ സംഭവം. ഓക്കെ, യെസ്. ഇനി എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് ട്രൈപാർട്ടി എഗ്രിമെന്റ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ ആൻഡ് ഷുവർട്ടി. ട്രൈ പാർട്ടി, അതായത് ഇവിടെ 3 പാർട്ടീസ് ഉണ്ട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ. ആരൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു? പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ, ഷുവർട്ടി. ഓക്കെ, അതുകൊണ്ട് തന്നെ ദർ ആർ ദ ഇൻ എഫക്ട് ഓഫ് 3 കോൺട്രാക്ട്. ഇവിടെ ആക്ച്വലി 3 കോൺട്രാക്ട് ഉണ്ട്, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെക്കോ, അതായത് 3 കോൺട്രാക്ട് ഉണ്ട്. ഏതൊക്കെ കോൺട്രാക്ട്? ഫസ്റ്റ്, ദ പ്രിൻസിപ്പൽ കോൺട്രാക്ട് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. അതായത് ഇതിലിപ്പോ നോക്കട്ടെ, ഈ ഒരു കേസിൽ നോക്കട്ടെ, ഇതിൽ പ്രിൻസിപ്പൽ കോൺട്രാക്ട് ആരാ? ഞാനും നിങ്ങളും തമ്മിൽ ഒരു കോൺട്രാക്ട് ഇല്ലേ? അതായത് ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും, അതായത് 1 ലക്ഷത്തിന്റെ കോൺട്രാക്ട്. ഓക്കെ, 1 ലക്ഷം നിങ്ങൾ എൻ്റെ കയ്യിൽ കടം മേടിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞല്ലോ. യെസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് പ്രൈമറി കോൺട്രാക്ട്. അപ്പൊ ക്രെഡിറ്റർ ഞാനും പ്രിൻസിപ്പൽ ഡെപ്റ്റർ നിങ്ങളും തമ്മിലുള്ള കോൺട്രാക്ട്, ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? അതായത് ഇവർ രണ്ടാളും തമ്മിലുള്ള കോൺട്രാക്റ്റിന് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ കോൺട്രാക്ട്. ഓക്കെ, യെസ്, അതാണ് ഫസ്റ്റ് കോൺട്രാക്ട്. അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടല്ലോ. യെസ്. രണ്ടാമത്തെ എ സെക്കൻഡറി കോൺട്രാക്ട് ബിറ്റ്വീൻ ക്രെഡിറ്റർ ആൻഡ് ഷുവർട്ടി. ഇനി വേറൊരു കോൺട്രാക്ട് ഉണ്ട്, രണ്ടാമത്തത്. ഇതാണ് പ്രൈമറി കോൺട്രാക്ട്. ഫസ്റ്റ് കോൺട്രാക്ട് ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു കോൺട്രാക്ട് ഉണ്ട്. അത് ആരൊക്കെ തമ്മിലാന്ന് അറിയോ? ക്രെഡിറ്റർ ആയിട്ടുള്ള ഞാനും ഈ ഷുവർട്ടിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. ഇതാണ് സെക്കൻഡറി കോൺട്രാക്ട്. ഇതാണ് സെക്കൻഡറി കോൺട്രാക്ട്, രണ്ടാമത്തെ കോൺട്രാക്ട്. അതായത് നിങ്ങൾ പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഷുവർട്ടി ആർക്ക് പൈസ തരണം? എനിക്ക് പൈസ തരണ്ടേ? 1 ലക്ഷം രൂപ. അപ്പൊ ആ 1 ലക്ഷം രൂപ തരണം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കോൺട്രാക്ട്. ഓക്കെ, മൂന്നാമത്തെ കോൺട്രാക്ട്, അതാണ് രണ്ടാമത്തെ കോൺട്രാക്ട്. മൂന്നാമത്തെ കോൺട്രാക്ട് എന്താ? ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ് ബിറ്റ്വീൻ ദ ഷുവർട്ടി ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ വേർ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഈസ് അണ്ടർ ഒബ്ലിഗേഷൻ ടു ഇൻഡംനിഫൈ ദ ഷുവർട്ടി. ഇവിടെ നോക്കിക്കോ, ആര് ഇൻഡംനിഫൈ ചെയ്യണം? അങ്ങനെ നോക്കടാ, നിങ്ങൾ പൈസ തന്നില്ല. ഓക്കെ, ഈ ഒരു കേസിൽ നിങ്ങൾ പൈസ തന്നില്ല. അപ്പൊ ആര് എനിക്ക് പൈസ തരും? ഷുവർട്ടി ആയിട്ടുള്ള എസ് എനിക്ക് പൈസ തരും. എത്ര രൂപ തരും? 1 ലക്ഷം തരും. ഇനി ഇയാളുടെ വെറുതെ ഇയാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് 1 ലക്ഷം എനിക്ക് തരുന്നത്. അപ്പോ ഈ എസിനെ ആര് ഇൻഡംനിഫൈ ചെയ്യണം? നിങ്ങൾ എസിന് എന്ത് ചെയ്യേണ്ടി വരും? 1 ലക്ഷം കൊടുക്കേണ്ടി വരൂലേ? ഇത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും കൊടുക്കണം. അതുകൊണ്ടാണ് എന്ത് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞത്. നിങ്ങളത് 1 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞാലും കൊടുക്കൂലെന്ന് പറഞ്ഞാലും, അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ആ എസ് നിങ്ങളുടെ ഫ്രണ്ടിന് 1 ലക്ഷം അവൻ എനിക്ക് തന്നല്ലേ, അത് കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. സോ ദാറ്റ്സ് കോൾഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ആരൊക്കെ തമ്മിൽ? ഷുവർട്ടിയും പ്രിൻസിപ്പൽ ഡെപ്റ്ററും. അങ്ങനെ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്ന പോർഷനില് അല്ലെങ്കിൽ അതില് എത്ര തരം കോൺട്രാക്ട് ഉണ്ട്? 3 തരം കോൺട്രാക്ട് ഉണ്ട്, 3 പാർട്ടീസും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഏതായിരുന്നു ഫസ്റ്റ് കോൺട്രാക്ട്? ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും. ഓക്കെ, ഫസ്റ്റ് അപ്പോ ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും തമ്മിലുള്ള കോൺട്രാക്ട് ആണ് ഫസ്റ്റ് കോൺട്രാക്ട്. സെക്കൻഡ് കോൺട്രാക്ട് ആരാ? നമ്മുടെ ക്രെഡിറ്ററും ഷുവർട്ടിയും തമ്മിലുള്ള എന്താ പറയാ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് 1 ലാഖിന്റെ, അതാണ് എന്ത് പറയുന്നത് രണ്ടാമത്തെ കോൺട്രാക്ട്. മൂന്നാമത്തെ കോൺട്രാക്ട് നിങ്ങളും ഷുവർട്ടിയും തമ്മിലുള്ള കോൺട്രാക്ട്, നിങ്ങളുടെ ഫ്രണ്ടും തമ്മിലുള്ള കോൺട്രാക്ട്, അത് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ, ഇങ്ങനത്തെ 3 കോൺട്രാക്ട് ഉണ്ട്, 3 പാർട്ടീസും എവിടെ ഉണ്ട്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മൾ ആ കോൺട്രാക്റ്റിന് പറഞ്ഞത്. പ്രൈമറി കോൺട്രാക്ട് ആരൊക്കെ തമ്മിലാ? പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും. സെക്കൻഡറി കോൺട്രാക്ട് ആരൊക്കെ തമ്മിലാ? ക്രെഡിറ്ററും ഷുവർട്ടിയും. മൂന്നാമത്തതാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആരൊക്കെ തമ്മിലാ? ഷുവർട്ടിയും പ്രിൻസിപ്പൽ ഡെപ്റ്ററും. അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ആണ് ജസ്റ്റ് പറയാം. ഓക്കെ, യെസ്. ഇനി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗ്യാരണ്ടി. ഒരു ഗ്യാരണ്ടി കോൺട്രാക്റ്റിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ നമ്മൾ നോക്കട്ടെ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എന്തെല്ലാം എസെൻഷ്യൽ എലമെന്റ്സ് വേണം, എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, ദ ഫോളോയിങ് ആർ റിക്വസിസ്റ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. താഴെ പറയുന്നതാണ് എന്ത്? ഒരു എന്താ പറയാ
ഒരു ഗ്യാരണ്ടി കോൺട്രാക്ട് വാലിഡ് ആവാനുള്ള കാരണങ്ങൾ. ഓക്കെ, യെസ്. ഫസ്റ്റ്, പർപ്പസ്. The purpose of a guarantee contract being secure payment of a debt. ഒരു കടം മേടിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഞാൻ നിങ്ങളേക്ക് 1 ലക്ഷം കടം അങ്ങനെ സെക്യൂർ, വളരെ സെക്യൂരിറ്റി എനിക്ക് കിട്ടുകയാണ് വേറെ ഒരാളേക്ക്, അതിനെയാണ് എന്ത് പറയുന്നത്, അതാണ് അതിന്റെ പേർപ്പസ്. ദ എക്സിസ്റ്റൻസ് ഓഫ് റിക്കവർ ഡെപ്റ്റ് ഈസ് നെസസറി. അതായത് കണ്ടോ, എനിക്കണ്ടോ നിങ്ങൾ 1 ലക്ഷം തന്നിട്ടില്ലെങ്കിലും വേറെ ഒരാളേക്ക് എനിക്ക് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. അതിനെയാണ് പറയുന്നത് ഡെപ്റ്റ്. അവിടെ ഡെപ്റ്റ് ഈസ് നെസസറി, അവിടെ ഒരു കടം ഉണ്ടാവുക, അവിടെ ഒരു ലയബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഇഫ് ദർ ഈസ് നോ പ്രിൻസിപ്പൽ ഡെപ്റ്റ്, അങ്ങനത്തെ ഒരു കടം അല്ലെങ്കിൽ അവിടെ ഒരു ലയബിലിറ്റി, എന്തെങ്കിലും ഒരു ലയബിലിറ്റി വേണ്ടടാ, അതിനല്ല നമ്മൾ ഈ ഷോർട്ടി നിൽക്കുന്നത്, ഞാൻ തരാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി തരുന്നത്. ഇനി നോ പ്രിൻസിപ്പൽ ഡെറ്റ് ദർ ക്യാൻ നോ വാലിഡ് ഗ്യാരണ്ടി. അങ്ങനെ ഒരു ഡെപ്റ്റ് പറഞ്ഞാൽ എന്താ, കടം അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്തതാണ് രണ്ടാമത്തെ പ്രത്യേകതയാണ് കൺസിഡറേഷൻ. ഓക്കെ, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഷുഡ് ആൾസോ സപ്പോർട്ട്സ് ബൈ കൺസിഡറേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് ആണ്. അപ്പോൾ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് ഒക്കെ വോയിഡ് ആണ്. പക്ഷെ അതിന് കുറച്ച് എന്താ പറയാ എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, യെസ്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എ ഗ്യാരണ്ടി വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. ഇവിടെ എല്ലാ കോൺട്രാക്റ്റും വിത്തൗട്ട് കൺസിഡറേഷൻ വോയിഡ് ആയതുപോലെ തന്നെ ഗ്യാരണ്ടി കോൺട്രാക്റ്റും കൺസിഡറേഷൻ ഇല്ലാന്ന്, കൺസിഡറേഷൻ നമ്മൾ ആൾറെഡി എന്താന്ന് പഠിച്ചതാണ്. ഓക്കെ, കൺസിഡറേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ്, വോയിഡ് ആണ്. അതായത് എന്തെങ്കിലും എന്താ പറയാ സംതിങ്, എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് വേണം. എടാ ഈ CS എന്ന് പറഞ്ഞ ഒരാള് വെറുതെ നിങ്ങൾക്ക് ഒരു ഷുവർട്ടി നൽകും. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അയാളുടെ എന്താ പറയാ, ചിലപ്പോൾ നിങ്ങൾക്ക് അയാൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അയാളായിട്ടൊരു ബന്ധം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഒരു വേണം, എന്നാലേ യെസ് എന്ന് പറയുന്ന ആള് നിങ്ങൾക്ക് എന്ത് വേണ്ടിയിട്ടുള്ളൂ, ഷുവർട്ടി ആയിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വേണ്ട 1 ലക്ഷം അയാൾക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ നിങ്ങൾ ഒരു എമൗണ്ട് നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ടാവും, എമൗണ്ട് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, യെസ്, അതിനൊക്കെയാണ് ഇപ്പൊ ഷുവർട്ടി എന്ന് പറയുന്നത്. ഇനി അപ്പൊ കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്താണ്, വോയിഡ് ആണ്. ഇനി അടുത്തതാണ്, അപ്പൊ ഇത് രണ്ടും നിർബന്ധം. അപ്പൊ പർപ്പസ് എന്താന്ന് പറഞ്ഞു, ഡെപ്റ്റ് നിർബന്ധമാണ്, ഡെപ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആണ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു കൺസിഡറേഷൻ വേണം, കൺസിഡറേഷൻ ഇല്ലെങ്കിലും അതൊരു എന്താ പറയുക വോയിഡ് കോൺട്രാക്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. വോയിഡ് കോൺട്രാക്ട് എന്നാണ് നമ്മൾ മുമ്പത്തെ യൂണിറ്റ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സിസ്റ്റൻസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി വേണമെന്ന് പറഞ്ഞു, ലയബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് വരും. ദർ മസ്റ്റ് ബി എക്സിസ്റ്റിംഗ് ആൻഡ് ലയബിലിറ്റി ഉണ്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ 1 ലക്ഷം തരണം എന്ന് പറയല്ലേ, നിങ്ങൾ എനിക്ക് തിരിച്ചു തരാണ്ട് 1 ലക്ഷം. യെസ്, അപ്പൊ ആ 1 ലക്ഷം എന്ന് പറയുന്ന ലയബിലിറ്റി ഇല്ലേ, അങ്ങനെ ലയബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് പ്രസക്തിയാണ് ഷുവർട്ടിക്ക് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് പ്രസക്തിയാണ് അവിടെ ഗ്യാരണ്ടി. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലയബിലിറ്റി, പൈസയാകാം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആവാം, എന്തെങ്കിലും തിരിച്ചു നൽകണം, ഒരു ബാധ്യത അവിടെ എന്ത് വേണം, ആ ഒരു കോൺട്രാക്റ്റിൽ വേണം. അങ്ങനത്തെ കോൺട്രാക്റ്റിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ലയബിലിറ്റി അവിടെ തീർച്ചയായിട്ടും വേണം. പിന്നെ no misrepresentation or concealment. Okay, any guarantee which have been obtained means misrepresentation made by the creditor or with his knowledge and assent and concerning material part of the transaction is invalid. Okay, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ എന്താ പറയാ കൺസീൽമെന്റ് എന്താന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മിസ്റെപ്രസെന്റേഷനും കൺസീൽമെന്റും ഒന്നും പാടില്ല. എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഇല്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ മറ്റാൾ മുങ്ങാനുള്ള പരിപാടി ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടാണ് ആ ഗ്യാരണ്ടി എന്താ പറയാ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ടായതെന്നുണ്ടെങ്കിൽ അതെന്തല്ല, വാലിഡ് അല്ല. മനസ്സിലായോ? എന്താ മിസ്റെപ്രസെന്റേഷൻ എന്താ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. കൺസീൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മറച്ചു വെക്കുക, ചില കാര്യങ്ങളൊന്നും പറയാതെ ഉഡായിപ്പിലൂടെ കാര്യം നടത്തില്ലടാ, അതിനാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ നോ മിസ്റെപ്രസെന്റേഷൻ പറ്റൂല, നോ കൺസീൽമെന്റ്, ഒന്നും അങ്ങനത്തെ കൺസീൽമെന്റ് മറച്ചുവിട്ടിട്ടൊന്നും പറ്റില്ല. ഓക്കെ, യെസ്, അപ്പൊ ആ കാര്യം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതായത് പൂർണ്ണമായ സമ്മതത്തോടുകൂടി എല്ലാ കാര്യങ്ങളും, മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ട് പൂർണ്ണമായ സമ്മതത്തോടെ ആയിരിക്കണം ഈ പാർട്ടീസ് ഒക്കെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും മറച്ചു വെച്ചിട്ടൊന്നും എന്തിൽ എൻ്റർ ചെയ്യിപ്പിക്കാൻ പാടില്ല, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എന്താ പറയാ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെ ആരെങ്കിലും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ
ദാറ്റ് ഒബ്റ്റെയിൻ മീൻസ് ഓഫ് ദ സൈലൻസ്, അല്ലെങ്കിൽ കീപ്പിംഗ് സൈലൻസ്, മിണ്ടാതിരുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്തത് കണ്ടോ, എനി ഗ്യാരണ്ടി വിച്ച് ദ ക്രെഡിറ്റർ ഹാസ് ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് സൈലൻസ് ആസ് ടു മെറ്റീരിയൽ സർക്കംസ്റ്റാൻസ്. പറയേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ മറച്ചു വെച്ചിട്ട് സൈലൻസ്, മിണ്ടാതെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എൻ്റർ ചെയ്യിപ്പിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് ഇൻവാലിഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 143. അതെന്താണ്, ഇൻവാലിഡ് കോൺട്രാക്ട് ആണ്, അവിടെ കാര്യം ഉണ്ടാവില്ല പിന്നെ. ഓക്കെ ആണല്ലോ. യെസ്. ഇനി അടുത്തതാണ് റൈറ്റിംഗ് ഈസ് നോട്ട് നെസസറി. ഓക്കെ, അതായത് ഇനിയിപ്പോ കോൺട്രാക്ട് ഓഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ചിലതൊക്കെ നെസസറി ആയിട്ടുള്ള റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഇൻഷുറൻസ് കോൺട്രാക്ട് അതിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് നെസസറി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് അതിൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് നെസസറി ആണോ? നെസസറി അല്ല. ഓക്കെ, യെസ്. മേ ബി ഓറൽ ഓർ റിട്ടൺ, ജസ്റ്റ് വായോണ്ട് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ റിട്ടൺ എഴുതിയിട്ടാണെങ്കിലും മതി. എഴുതിയത് കൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അതെന്തല്ല, നിർബന്ധമല്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് ചിലപ്പോൾ ഓറൽ വായോണ്ട് പറഞ്ഞതാവാം, അല്ലെങ്കിൽ റിട്ടേൺ എഴുതിയതാണെങ്കിലും നോ പ്രോബ്ലം. ഓക്കെ, എങ്ങനെയാണെങ്കിലും എന്താ പറയാ, അത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. പിന്നെ ഇനി ജോയിനിങ് ഓഫ് ദ കോഷ്യൂരിറ്റീസ്. വെദർ എ പേഴ്സൺ gives a guarantee upon a contract, credential shall not upon until the another person has joined to co-surety. The guarantee is not valid if the person does not join. Okay, that implies the guarantee the surety is not valid. The condition imposed by the surety that the person must join co-surety, but such other person does not join co-surety. എന്താണ് ഈ co-surety എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഫോർ എക്സാമ്പിൾ, നമ്മുടെ സെയിം എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, നിങ്ങൾ 1,00,000 എൻ്റെ കടം മേടിച്ചു. യെസ്. അപ്പോൾ എസ് എന്ന് പറയുന്ന ഒരാളാണല്ലോ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തത്, ഷുവർട്ടി ആയിട്ട് നിന്നത്. എസ് ആണ് ഇവിടുത്തെ ഷുവർട്ടി. ഇവിടെ എസ് മാത്രമല്ല, എസ്സും നിങ്ങളുടെ വേറൊരു ഫ്രണ്ടും ഉണ്ട്, എമ്മും. അപ്പൊ ഈ എസ്സും എമ്മും പാടെയാണ് എന്ത് ചെയ്തത്, രണ്ടാളും ഒരുമിച്ചാണ് എനിക്ക് എന്ത് ചെയ്തത്, ഷുവർട്ടി തന്നത്, ഉറപ്പ് തന്നത്. നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ അപ്പൊ എസിന്റെയും എമ്മിന്റെയും ബാധ്യതയാണ്. നിങ്ങൾ 1,00,000 രൂപ എനിക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 1,00,000 രൂപ ആര് തരണം? എസും എമ്മും തരണം. ഓക്കെ, ഓക്കെ, അവർ രണ്ടാളും തരണം. അങ്ങനെയാണെങ്കിൽ ഇവരെ പറയുന്ന പേരാണ് കോഷ്യൂർട്ടി. ഇങ്ങനെ ചിലപ്പോൾ ഒരാളാവാം, ചിലപ്പോൾ രണ്ടാളാവാം, മൂന്നാളാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കട്ടെ, ഇതിൽ പറയുന്ന ഒരു ഇതാണ്. അങ്ങനെ കോഷ്യൂർട്ടിയുടെ കേസിൽ എന്താ പറഞ്ഞേ? ഓക്കെ, നോക്കെ, ഒരാൾ പറയാണ് ഗ്യാരണ്ടി കോൺട്രാക്ട് ഓഫ് ക്രെഡിറ്റർ ഔട്ട് അണ്ടിൽ ദ പേഴ്സൺ ഹാസ്. അതായത് ഒരാൾ പറയാണ്, ഇന്നൊരാള്, ഓക്കെ, ഇപ്പൊ ഇയാള് പറയാണ്, ഇപ്പൊ ഈ നമ്മുടെ സെയിം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയാണ്, ഞാൻ പറഞ്ഞു നിങ്ങളോട് എം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് എം ഉണ്ടെന്ന് എനിക്കറിയാം. എം കോഷ്യൂറിറ്റി ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കൂല എന്ന് ആര് പറയണം? ഞാൻ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോ മാത്രമേ അത് ആ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വാലിഡ് ആവുള്ളൂ? എം കോഷ്യൂറിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടി തന്നാൽ മാത്രമേ എന്താവുള്ളൂ, വാലിഡ് ആവുള്ളൂ. ആ ഒരു പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, ഒരു ചെറിയ പോയിന്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇനി ടൈപ്സ് ഓഫ് ഗ്യാരണ്ടീസ്. പലതരം ഗ്യാരണ്ടീസ് ഉണ്ട്. ഓക്കെ, മെയിൻലി 2 ടൈപ്സ്. ഫസ്റ്റ് അണ്ടർ 2 കാറ്റഗറീസ്, 2 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് അതിൽ സ്പെസിഫിക് ഗ്യാരണ്ടി. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് എന്ത്, സ്പെസിഫിക് ഗ്യാരണ്ടി. എന്തൊക്കെ സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എ ഗ്യാരണ്ടി വിച്ച് എക്സ്റ്റെൻഡ്സ് ടു എ സിംഗിൾ ഡെപ്റ്റ് ഓർ എ സ്പെസിഫിക് ട്രാൻസാക്ഷൻ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എസ്, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിള്, നിങ്ങളുടെ ഫ്രണ്ട് എസ് ഉണ്ടല്ലോ, അയാൾ എനിക്ക് ഗ്യാരണ്ടി തന്നു പറഞ്ഞു, ഞാൻ ഈ 1,00,000 മാത്രമേ എന്ത് ഗ്യാരണ്ടി ആയിട്ട് നിൽക്കണുള്ളൂ, വേറെ ഒരു ട്രാൻസാക്ഷനും എന്തില്ല, ഞാൻ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കണം, അയാൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള 1,00,000 രൂപക്ക് മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ഗ്യാരണ്ടി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ സ്പെസിഫിക് ഡെപ്റ്റ് അല്ലെങ്കിൽ സിംഗിൾ ഡെപ്റ്റ്, ഒരൊറ്റ കടത്തിന് മുകളിൽ ഗ്യാരണ്ടി നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെസിഫിക് ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ പറയുന്നത് സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതിനെ നമ്മളെന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. Okay, the surety's liability comes under when the guarantees up to fully discharge the promises duly performed. Okay, അതിനാണ് സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? സ്പെസിഫിക് എത്ര എമൗണ്ട് ആണ്, ആ 1,00,000 മാത്രം തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി,
അയാൾ തന്നാൽ മതി, എസ് എന്ന് പറഞ്ഞ ആൾ തന്നാൽ മതി. വേറെ എന്തെങ്കിലും നിങ്ങൾ വേറെ ആരെയൊക്കെ എന്തെങ്കിലും കടം മേടിച്ചിട്ട് അയാൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാണ് സ്പെസിഫിക് കറക്റ്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര ഡേയ്സിന് എന്ന് പറഞ്ഞാൽ അത്രയും ഡേയ്സിന്റെ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1 ലക്ഷത്തിന് ഗ്യാരണ്ടി ആണെന്ന് വെച്ചാൽ 1 ലക്ഷം, ആ ഒരു സ്പെസിഫിക് ആണ് എമൗണ്ട്. ഓക്കെ, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിനെന്ത് പറയാം, സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറയാം. ഇനി വാട്ട് ഈസ് മീൻ ബൈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി? Continuing guarantee is guarantee exchange a series of transaction called continuing guarantee. A surety liability continues until the revocation of guarantee. For example, ഇവിടെ വേറൊരു എ എന്ന് പറഞ്ഞ ഒരാളും ബി എന്ന് പറഞ്ഞ ഒരാളും സി എന്ന് പറഞ്ഞ ആളും. ഇവിടെ സി ആണ് ഷുവർട്ടി. ഓക്കെ, ഇത് ക്രെഡിറ്റർ, ഇത് പ്രിൻസിപ്പൽ ഡെബ്റ്റർ. ഇവിടെ ഈ സി എന്ന് പറയുന്ന ആള് എക്ക് ഗ്യാരണ്ടി കൊടുത്തു. ഗ്യാരണ്ടി എന്താ കൊടുത്തതെന്നറിയോ? ബി എത്ര എമൗണ്ട് മേടിച്ചാലും, ബി നിങ്ങളേക്കൊന്ന് എത്ര എമൗണ്ട് മേടിച്ചാലും അത് ഞാൻ തരാന്ന് ആര് പറഞ്ഞു? സി തരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സി ഗ്യാരണ്ടി തന്നു. അങ്ങനെ വെച്ചാല് ആദ്യം ബി എയുടേക്കൊന്ന് 1 ലക്ഷം മേടിച്ചു, പിന്നെ ഒരു 2 ലക്ഷം മേടിച്ചു, പിന്നെ ഒരു 3 ലക്ഷം മേടിച്ചു. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ പല പല എമൗണ്ട്സ് ആൾ എന്ത് ചെയ്യുന്നുണ്ട്, എയിൽ നിന്നും ബി കടമായിട്ട് മേടിച്ചു. അങ്ങനെ ഇതിനൊക്കെ അപ്പൊ അത് ഈ ഒരു 1 ലക്ഷത്തിന് 2 ലക്ഷത്തിന് 3 ലക്ഷത്തിനും ഒക്കെ ആര് ലേബിളാണ്? ബി കൊടുത്തിട്ടില്ലെങ്കിൽ ആ 6 ലക്ഷം ആര് കൊടുക്കണം? സി എന്ന് പറഞ്ഞ ഒരാള് കൊടുക്കൽ നിർബന്ധമാണ്. ഇതിനാണ് കോൺട്രാക്ട് ഓഫ് കണ്ടിന്യൂ. അപ്പൊ നോക്കണ, റിവോക്കേഷൻ ചെയ്യുന്നത് വരെ എപ്പോഴാണോ ആ ഒരു കോൺട്രാക്ട്, എപ്പോഴാണോ സി പറയുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യൂല, ഞാൻ നിന്റെ ഗ്യാരണ്ടി അല്ല എന്ന് പറയുന്നിടത്തോളം കാലം ആര് ലേബിളാണ്? സി ലേബിളാണ്. ആരുടെ പേയ്മെന്റ്സിന്? ബി കൊടുക്കേണ്ട പൈസ ആര് കൊടുക്കല് നിർബന്ധമാണ്? സി കൊടുക്കല് നിർബന്ധമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതിന്റെ 2 എക്സാമ്പിൾസും ഇവിടെ പറയുന്നുണ്ട്. ഇനി ചിലപ്പോൾ ചോദിക്കാനുള്ള ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അടുത്ത് ഡിസ്കസ് ചെയ്യും. ഡിസ്റ്റിങ്ക്ട് ബിറ്റ്വീൻ എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ്, എന്തൊക്കെ വ്യത്യസ്തതകളാണ് ഉള്ളത്? ഒന്ന് തമ്മിലുള്ള നോക്കടാ, ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ എന്ത് ചെയ്യരുത്. നിങ്ങളുടെ ICയുടെ സ്റ്റഡി മെറ്റീരിയൽ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് നോക്കടാ. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഓഫ് പാർട്ടീസ് ഓർ പാർട്ടീസ് ടു ദ കോൺട്രാക്ട്. ഫസ്റ്റ് എത്ര നമ്പർ ഓഫ് പാർട്ടീസിന്റെ വലിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ? യെസ്, നമ്മൾ പറഞ്ഞു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഇൻഡെംനിറ്റിയിൽ എത്ര പാർട്ടീസ് ഉണ്ടാവുക? 2 പാർട്ടീസ് ഉണ്ടാവും. അത് ആരൊക്കെയാണ്? ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും. ഓക്കെ, ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡി. ഓക്കെ, അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡറും. ഓക്കെ, യെസ്, അതായത് പ്രോമിസറും പ്രോമിസറും. ഈ 2 ആൾക്കാരെ ആരുണ്ടാവുള്ളൂ? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഉണ്ടാവും. ബട്ട് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് ഉണ്ടാവും. ആരൊക്കെ? ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെബ്റ്റർ, ഷുവർട്ടി. 3 ആളുണ്ടാവില്ലേ? യെസ്. ഇനി അപ്പൊ അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് പറയുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നത് നേച്ചർ ഓഫ് ലയബിലിറ്റി. എപ്പോഴാണ് ലയബിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു ബാധ്യത എപ്പോഴാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഉണ്ടാവുക? ദ ലയബിലിറ്റി ഓഫ് ദ ഇൻഡെംനിഫയർ ഈസ് പ്രൈമറിലി ആൻഡ് അൺകണ്ടീഷണൽ. ഓക്കെ, യെസ്. ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആരുടെ ഫസ്റ്റ് കോൺട്രാക്ട് ഓഫ് എന്താ പറയാ, ഇൻഡെംനിഫയർ ഉണ്ടല്ലോ, അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ തന്നെ ആദ്യ ബാധ്യത. ആ ലോസ് ഉണ്ടായാൽ തന്നെ ആരും അത് കൊടുക്കണം. അത് പ്രൈമറിയാണ്. ആദ്യത്തെ പ്രൈമറി ആണ്. ഒന്നാമത്തെ ഫസ്റ്റ് ബാധ്യത ആർക്കും വരിക? ഇൻഷുറൻസ് കമ്പനിക്ക് വരിക. അൺകണ്ടീഷണൽ ആണ്, ഒരു കണ്ടീഷനും ഇല്ല. അത് ആർക്കെന്നെ ഫസ്റ്റ് ബാധ്യത വരിക? ഇൻഷുറൻസ് കമ്പനി. രണ്ടാമത്തത് ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് സെക്കൻഡറി. ഇവിടെ നോക്കണ, ഷുവർട്ടിയുടെ എന്താ പറയാ ലയബിലിറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ഇപ്പൊ നിങ്ങൾ എൻ്റെ 1 ലക്ഷം മേടിച്ചു, എസ് എന്ന് പറയുന്ന ആളാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? ഗ്യാരണ്ടി തന്നത്. അപ്പൊ ആദ്യം അത് തിരിച്ചു തരേണ്ട ബാധ്യത ആരാ? നിങ്ങൾക്കാണ്. നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ഗ്യാരണ്ടി പേഴ്സണിന് പൈസ തരേണ്ടുള്ളൂ. അപ്പൊ നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു 3 ടൈപ്പ് ഓഫ് എന്താ പറയാ, പ്രൈമറി കോൺട്രാക്ട്, സെക്കൻഡറി കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട്. ദർ ആർ 3 ടൈപ്സ് ഓഫ് എന്ത് കോൺട്രാക്ട് ഉണ്ട്. അതിൽ സെക്കൻഡറി കോൺട്രാക്ട് ആണ് എന്ത്? ക്രെഡിറ്ററും നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഷുവർട്ടി തമ്മിലുള്ള കോൺട്രാക്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, മറ്റേത് പ്രൈമറി ആണ്. ആൻഡ് കണ്ടീഷൻ ആസ് ദ പ്രൈമറി ലയബിലിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ പ്രിൻസിപ്പൽ. കണ്ടീഷൻസ് അനുസരിച്ചാണ്. ഓക്കെ, യെസ്. അതായത് ഫസ്റ്റ് എത്രയാണോ പ്രിൻസിപ്പൽ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണോ എന്ത് സെക്കൻഡറി കോൺട്രാക്ട് വരുന്നത് ഇൻ കേസ് ഓഫ് എ ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ അതാണ്. അത് എന്തിൽ ഡിഫറൻസ് ഉണ്ട്? നേച്ചർ ഓഫ് ലയബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ പ്രൈമറി ആണ്,
ഇവിടെ സെക്രട്ടറി ആണ്. ഓക്കെ, യെസ്. ഇനി ടൈം ഓഫ് ലയബിലിറ്റി. ദ ടൈം ഓഫ് ലയബിലിറ്റി ഇൻഡെമിനിറ്റി അറൈസസ് ഓൺലി ദ ഹാപ്പനിങ് ദ കണ്ടിജൻസി. ആക്സിഡന്റ് ഉണ്ടായാൽ മാത്രം ആരെന്ത് ചെയ്താൽ മതി? ഈ കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എടാ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് ഈ കണ്ടിജൻസി എന്ന് പറയാം. അപ്പൊ നോക്കിക്കോ, ഇവിടെ എപ്പോഴാണ് ആ കണ്ടിജൻസി, ആ ആക്സിഡന്റ് ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്താൽ മതി? അയാള് ആ കണ്ടിജൻസി, ആ ഒരു ഇവന്റിന്റെ ബേസിസിൽ, ആക്സിഡന്റിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, അത് നിലനിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആക്സിഡന്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി ആ ലോസ് റിക്കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ ലോസ് സെർട്ടൈനും അബ്സല്യൂട്ട് ആയതിനു ശേഷം എന്ത് ചെയ്താൽ മതി? ലയബിലിറ്റി ആർക്ക് വരുന്നുള്ളൂ? ഇൻഷുറൻസ് കമ്പനിക്ക് വരുന്നുള്ളൂ. ഇവിടെയോ, ദ ലയബിലിറ്റി അറൈസ് ഓൺലി വെൻ ദ നോൺ പെർഫോമൻസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് പ്രോമിസ് അല്ലെങ്കിൽ നോൺ പേയ്മെന്റ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഡെപ്റ്റ്. ആ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആ പൈസ എപ്പോഴാണോ കൊടുക്കാത്തത് അപ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഷുവർട്ടിയുടെ എന്ത് വരുന്നത്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ സുഖം രണ്ടിലും ടൈം ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഒന്ന് കണ്ടിജൻസി എന്തിന്റെ മുകളിലാണ്? കണ്ടിജൻസി ഇവന്റിന്റെ മുകളിൽ കിടക്കുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് നോൺ പേയ്മെന്റിന്റെ മുകളിൽ കിടക്കുന്നതാണ്. രണ്ട് ഇവന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, അതാണ് ടൈം ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ടൈം ടു ആക്ട്. The indemnifier need not act at the request of the indemnity holder. ഓക്കെ, യെസ്. ഇവിടെ നോക്കടാ, റിക്വസ്റ്റ് ഒന്നും ഇല്ല. അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കൊന്നും വേണ്ട. എന്ത്, ഇപ്പൊ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റിക്വസ്റ്റ് കൊടുക്കൊന്നും വേണ്ട, ഇവിടെ വന്നിട്ട് ലോസ് നമുക്ക് ഇത് ചെയ്യണം. അങ്ങനെ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചാൽ തന്നെ എന്ത് ചെയ്യണം? ഇൻഷുറൻസ് കമ്പനി നമ്മളെ ലോസ് എന്ത് ചെയ്യണം? നമുക്ക് തരണം. നമ്മൾ അതിനെ സേവ് ചെയ്യണം, അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, പക്ഷേ ഷുവർട്ടിയുടെ കേസിൽ എന്താ? ഷുവർട്ടി ആക്ട്സ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ പറയും, നിങ്ങൾ പറയണം എന്ത്, ഷുവർട്ടിനോട് 1 ലക്ഷം എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ കൊടുക്കണം എന്ന് പറയണം. അപ്പോൾ ആ ഷുവർട്ടി 1 ലക്ഷം കൊടുക്കുക. അതായത് നിങ്ങളുടെ നോൺ പേയ്മെന്റിന് ശേഷം ആർക്ക് ലയബിലിറ്റി വരുന്നുള്ളൂ? ഷുവർട്ടിക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് അവിടുന്ന് മനസ്സിലാവുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. പിന്നെ റൈറ്റ് ടു സ്യൂ തേർഡ് പാർട്ടി. ഇനി ഈ ഇൻഡംനിഫയർ cannot sue third party for loss his own name. There is no privity of contract. Such a right should arise only if there is a assignment to in favor. നോക്കിക്കോ, ഇവിടെ ഫോർ എക്സാമ്പിൾ ഇതെന്താന്ന് പറഞ്ഞതെന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുക്കാം. ഞാനും അല്ല, നമ്മുടെ ഒരു ആക്സിഡന്റിന്റെ കേസ്, അത് ഇൻഡംനിറ്റി അല്ലേ. അതായത് നമ്മളെ ബൈക്കാട്ടോ, ബൈക്കും കാറും കൂട്ടിടിച്ചു. ഓക്കെ, യെസ്. അപ്പൊ നോക്കണം, നമുക്ക് ലോസ് ഉണ്ടായി, ബൈക്കാരനായ നമുക്ക് ലോസ് ഉണ്ടായി. ഈ ലോസ് ആര് നികത്തി തരണം? നമ്മുടെ ഇൻഷുറൻസ് കമ്പനി. ഇവിടെ ഈ ഇൻഷുറൻസ് കമ്പനി പറയണം, ഇൻഷുറൻസ് കമ്പനിക്ക് ഈ സി എന്ന് പറഞ്ഞ ഒരാൾക്ക് എതിരെ കേസ് കൊടുക്കാൻ പറ്റും. സി എന്ന് പറയുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണ്. ഇവിടെ ശരിക്കും കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി ആരൊക്കെ ഉള്ളത്? ഈ ബൈക്കാരനായ ഞാനും പിന്നെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി തമ്മിലാണുള്ളത്. ഇതിൽ സി എന്ന് പറയുന്ന ആള് ആക്ച്വലി തേർഡ് പാർട്ടിയാണ്, ഈ കോൺട്രാക്റ്റേ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ അയാൾ ഇതിലോട്ട് കൊടുത്തിട്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇൻഡംനിറ്റി കോൺട്രാക്റ്റിൽ പറ്റില്ല. കാരണം അയാൾ ഒരു തേർഡ് പാർട്ടിയാണ്, അങ്ങനെ അയാൾക്കെതിരെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരൊറ്റ ഓപ്ഷനുള്ളൂ ഇൻഷുറൻസ് കമ്പനിക്ക്, നമ്മൾ എന്ത് ചെയ്യുക, ലോസ് റിക്കവർ ചെയ്ത് തരിക, ആ ലോസ് തിരിച്ചു തരിക, അല്ലെങ്കിൽ ഇൻഡംനിഫൈ ചെയ്ത് തരിക എന്നുള്ളതാണ്. പിന്നെ ഇൻഡംനിഫൈയിൽ ഒരു തരാണ്, ഇപ്പൊ കോൺട്രാക്ട് ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ഇല്ല, ഒരാളുടെ ലൈഫ് പോയാണ്, അയാൾ മരിച്ചുപോയി. ഓക്കെ, ശരിക്കും അത് എന്ത് ചെയ്യുന്നില്ല, കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയിൽ വരുന്നില്ല. ബിക്കോസ് എന്ന് പറയുന്നത് ലൈഫ് ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ ഇൻഡംനിറ്റി ചെയ്യാൻ ആ ലൈഫ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അത് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയുടെ അണ്ടറിൽ വരുന്നതല്ല. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പൊ അതിന് എന്ന് പറയുന്നത്, അപ്പൊ അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഇത് തേർഡ് പാർട്ടിക്ക് സ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് എക്സെപ്ഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. ലവ് ആൻഡ് അഫെക്ഷൻ, അതുപോലെ തന്നെ കുറെ റിലേറ്റഡ് പാർട്ടീസ്, കുറെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷുവർട്ടി ക്യാൻ പ്രൊസീഡ് അഗൈൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഇൻ ഹിസ് ഓൺ റൈറ്റ് ബിക്കോസ് ഹി ഗെറ്റ്സ് ദ ഓൾ റൈറ്റ് ഓഫ് ദി ക്രെഡിറ്റർ ആഫ്റ്റർ ഡിസ്ചാർജിങ് ദ ഡെപ്റ്റ്സ്. ഇപ്പോഴും നോക്കട്ടെ, ഷുവർട്ടി അങ്ങനെ ഇനി നമ്മുടെ ഗ്യാരണ്ടിയുടെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളും ഞാനും ഷുവർട്ടി, ഓക്കെ, നിങ്ങൾ പൈസ തന്നില്ല, ഷുവർട്ടി എന്ത് ചെയ്തു, എനിക്ക് പൈസ തന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഷുവർട്ടിക്ക് ക്യാൻ പ്രൊസീഡ് അഗൈൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും? സ്യൂ ചെയ്യാൻ പറ്റും. ഹിസ് ഓൺ റൈറ്റ് ബിക്കോസ് ആളുടെ റൈറ്റ് ഓഫ് ക്രെഡിറ്റർ, അതായത് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന എൻ്റെ അടുത്തുള്ള എല്ലാ റൈറ്റ്സും, എനിക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടായിരുന്നു പൈസ കിട്ടാല്ലേ, ആ റൈറ്റ്സ് ഒക്കെ പിന്നെ ആർക്ക് കിട്ടും?
ഷുവർട്ടിക്ക് കിട്ടും. ഷുവർട്ടിയാണ്. പിന്നെ ഷുവർട്ടിക്ക് നിങ്ങൾ പൈസ കൊടുക്കണം. ഷുവർട്ടിക്ക് അതിലുള്ള അധികാരമുണ്ട്, അതിന് റൈറ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ശരിക്കും നമ്മൾ തമ്മിലല്ല കോൺട്രാക്ട് 1,00,000-ന്റെ. അപ്പൊ ഇതിലുള്ള തേർഡ് പേഴ്സൺ ആയിട്ടുള്ള നമ്മുടെ ഷുവർട്ടി ഉണ്ടല്ലോ, ഷുവർട്ടിക്ക് നമ്മളെ സ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. യെസ്. ഇനി പർപ്പസ്. എന്തിനാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഉണ്ട്? റീഇംബേഴ്സ്മെന്റ് ഓഫ് ലോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോസ് നമുക്ക് നികത്താൻ വേണ്ടിയിട്ട്, ആ നഷ്ടം നമുക്ക് നികത്താൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. നമുക്ക് അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറ്, ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. ഇൻഷുറൻസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണടാ. അതായത് നഷ്ടം ഉണ്ടായാലും ഇൻഷുറൻസ് കമ്പനി നമ്മൾ എന്ത് ചെയ്യും, അത് നികത്തി തരും എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ഓഫ് ലോസ്. പിന്നെ രണ്ടാമത്തേത് ഫോർ സെക്യൂരിറ്റി ഓഫ് ദ ക്രെഡിറ്റർ. രണ്ടാമത്തെ കേസ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എന്തിനാ, ആ ക്രെഡിറ്ററുടെ കടം നമുക്ക് തരുന്ന ആളുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ. അത് രണ്ടും രണ്ടാണ്. ഓക്കെ, മനസ്സിലാക്കാം. ഇനി നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി. നമ്മൾ പറഞ്ഞു, നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ നമുക്ക് പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ ആര് തരണം? ഷുവർട്ടിയാണ് തരേണ്ടത്. ഇപ്പൊ നേരത്തെ കേസിലാണെങ്കിൽ 1,00,000 ആര് തരണം? ഷുവർട്ടി തരണം. അത് ഓരോ കേസസിലും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് എത്ര ലയബിലിറ്റി, എത്ര എമൗണ്ട് ആയിരിക്കും അയാൾ തരേണ്ടി വരിക എന്നുള്ളതൊക്കെയാണ്. ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് co-extensive with that of the principal debtor. പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ കൂടെ തന്നെ ആർക്കും ലയബിലിറ്റി ഉണ്ട് അവിടെ ശരിക്കും എന്താ ഷുവർട്ടിക്ക് ഉണ്ട്. കാരണം പ്രിൻസിപ്പൽ ഡെപ്റ്റർ തന്നിട്ടില്ലെങ്കിൽ ആര് തരണം? ഷുവർട്ടി തരണം. ഓക്കെ. അൺലെസ് ഇറ്റ് ഈസ് അതർ വൈ പ്രൊവൈഡഡ് കോൺട്രാക്ട്. ഓക്കെ. അതായത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളേക്കൊന്നും അത് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ഷുവർട്ടിയിട്ടേക്കൊന്നും ക്ലെയിം ചെയ്യാം. പക്ഷെ പ്രൈമറി ലയബിലിറ്റി ആയിരിക്കാം പ്രിൻസിപ്പൽ ഡെപ്റ്ററിനാണ്. സെക്കൻഡറി ലയബിലിറ്റി ഉള്ള ആർക്ക്? ഷുവർട്ടിക്ക്. ഓക്കെ. The liability of surety is secondary nature. രണ്ടാമത്തെ നേച്ചർ ആണ്. ഈസ് liable on the default of the principal debtor. പ്രിൻസിപ്പൽ ഡെപ്റ്റർ എപ്പോഴാണോ തരാത്തത് അപ്പൊ മാത്രം ആർക്ക് ലയബിലിറ്റി ഉണ്ടാവുന്നുള്ളൂ? നമ്മുടെ ഷുവർട്ടിക്ക് ലയബിലിറ്റി ഉണ്ടാവുന്നതുള്ളൂ. Where debtor cannot be held on account of any defect in the document, the liability of the surety also ceases. നോക്കട്ടെ, എന്തെങ്കിലും കാരണത്താൽ, ഓക്കെ, എനി കേസസ് നമ്മുടെ ഡെപ്റ്റർ കാനോട്ട് ബി ഹെൽപ്പ്, ഡെപ്റ്റർക്ക് അങ്ങനെ ഒരു ലയബിലിറ്റി എന്തെങ്കിലും ഡോക്യുമെന്റ്സിന്റെ കേസസിൽ ഡെപ്റ്റർ ആ 1,00,000 കൊടുക്കേണ്ടി വരുന്നില്ല എന്ന് വിചാരിച്ചു. ഡെപ്റ്റർ കൊടുക്കണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഷുവർട്ടി കൊടുക്കേണ്ടി വരുമോ? കൊടുക്കേണ്ടി വരില്ല. കാരണം ഡെപ്റ്ററെ എന്തല്ല, ലയബിൾ അല്ല. ഇപ്പൊ നോക്കട്ടെ, 1,00,000 നിങ്ങൾ തന്നു. സപ്പോസ് ഞാൻ എന്ത് ചെയ്തു, 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ടൈം ബാർഡ് ഡെപ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 വർഷം ഞാൻ നിങ്ങളോട് തിരിച്ച് ചോദിച്ചേ ഇല്ല. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിച്ചാലും നിങ്ങൾ തരണം എന്നുള്ളത് നിർബന്ധമല്ല. ടൈം ബാർഡ് ഡെപ്റ്റ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടൈം ബാർഡ് ഡെപ്റ്റ്, അതായത് 3 വർഷം ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ആക്ട് പ്രകാരം പിന്നെ നിങ്ങൾ ആ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആയിട്ടുള്ള നിങ്ങൾ എനിക്ക് 1,00,000 രൂപ തരേണ്ടതില്ല. അങ്ങനെ വെച്ചാൽ അത് ആരും ഡിസ്ചാർജ് ആവും. നിങ്ങൾ തരണമെങ്കിൽ പിന്നെ ആരും തരൂല, ഷുവർട്ടി തരൂല. കാരണം പ്രൈമറി കോൺട്രാക്ട് ആരുമായിട്ടാ? പ്രിൻസിപ്പൽ ഡെപ്റ്ററുമായിട്ട്. സെക്കൻഡറി നേച്ചറാണ് ആരുത്? നമ്മുടെ ഷുവർട്ടിയുടെ. The credit may choose proceed against a surety first unless there is an agreement to the contrary. എനിക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ പ്രിൻസിപ്പൽ ഡെപ്റ്ററുമായിട്ട് ചോദിക്കണമെന്നൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ നേരെ ഷുവർട്ടിനെ തന്നെ ആദ്യം ചെയ്യാം, വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം ക്രെഡിറ്റർ ആയിട്ട്. നേച്ചറിലൊക്കെ സെക്കൻഡറി ആണ്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അൺലെസ് ഇതുണ്ടോ, അൺലെസ് ദർ ഈസ് ആൻ അഗ്രിമെന്റ് ടു ദ കോൺട്രറി, ഇങ്ങനെ പറഞ്ഞതിനെതിരായിട്ട് ഒരു അഗ്രിമെന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തന്നെ സീവ് ചെയ്യാം, ഷുവർട്ടിനെ സീവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ചെയ്യാം. അത് ആരെ ചെയ്യണം എന്നുള്ളത് ക്രെഡിറ്റർ ആയിട്ടുള്ള എന്റെ ഇഷ്ടമാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാവുന്നതാണ്. ഓക്കെ. ഇനി ലയബിലിറ്റി ഓഫ് 2 persons primarily liable not affected by the agreement between the one that one shall be surety on the other's default. ഇനി നോക്കിക്കോ, when 2 persons to a contract with a third person to undertake a certain liability, okay, also contract which either one of shall be liable to only default of the other, the third person not being party such as a contract, the liability of each person to a third person under the first contract is not affected by the existing ones. നോക്കിക്കോ, for example, ഇപ്പൊ നോക്കട്ടെ, ഞാൻ, നിങ്ങൾ, യു, നേരത്തെ പറഞ്ഞിട്ടുള്ള 2 ആൾക്കാർ, എസ്
ആൻഡ് എം. ഇവരാരാ? ഷുവർട്ടി, നിങ്ങളോ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഇവിടെ ക്രെഡിറ്റർ. അപ്പൊ നോക്കടാ, ഇവര് രണ്ടാളും പാടെ എസും എമ്മും പാടെയാണ് എന്ത് ചെയ്തത്, എനിക്ക് ഗ്യാരണ്ടി തന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ 2 പേഴ്സൺസ് ഇവിടെ എന്താ പറഞ്ഞ, ഈ 2 പേഴ്സൺ അതായത് എസും എമ്മും ഉണ്ടല്ലോ, ഇവരുടെ ഇടയിൽ ഇപ്പൊ 1 ലക്ഷം നിങ്ങൾ എനിക്ക് തന്നെന്ന് വിചാരിച്ചു, 1 ലക്ഷമാണ് നിങ്ങൾ എനിക്ക് തരാനുള്ളത്. അതിന് ആര് ഗ്യാരണ്ടി തന്നു? എസും എമ്മും ഗ്യാരണ്ടി നിന്നു. ഓക്കെ, ഇതില് നോക്കടാ, എസും എമ്മും തമ്മിൽ, ഇവര് തമ്മിലുള്ള ഇടയിൽ എസും എമ്മും തമ്മിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ? ആദ്യം എസ് കൊടുക്കണം, 1 ലക്ഷം കൊടുക്കണം. എസ് കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ ആര് കൊടുക്കുള്ളൂ? എം കൊടുക്കുള്ളൂ എന്നുള്ളത് ഇവര് തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എസും എമ്മും തമ്മിൽ, അതായത് ഒരു രണ്ടാളും കോഷുവേർട്ടീസാ. ഇവര് തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ട്. എന്ത്? ആദ്യം എസ് 1 ലക്ഷം രൂപ കൊടുക്കും. എസ് കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ ആര് കൊടുക്കുള്ളൂ? എം കോൺട്രാക്ട് കൊടുക്കും. ചിലപ്പോൾ ഇത് ആർക്കറിയാം? ക്രെഡിറ്റർക്ക് അറിയാം, അറിയാതിരിക്കട്ടെ. എങ്ങനെ വന്നാലും അത് നമ്മുടെ ആരുടെ ഇതിനെ ബാധിക്കൂല, ഈ ഒരു ഗ്യാരണ്ടി കോൺട്രാക്റ്റിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് അവർ തമ്മിൽ അങ്ങനെ ബന്ധം ഉണ്ടെങ്കിലും, അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, രണ്ടാളും ആർക്ക് ലയബിളാ? ക്രെഡിറ്റർ ആയിട്ടുള്ള എനിക്ക് പൈസ തരാൻ ലയബിളാ. എസും ലയബിളാണ്, എമ്മും ലയബിളാണ്. അവര് തമ്മിൽ ആദ്യം എസ് ലയബിള്, പിന്നെ എം ലയബിള്, അങ്ങനെയൊന്നുമില്ല. എനി വേ ഓഫ് ഏതാണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലയബിള് ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, നോട്ട് അഫക്റ്റഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സെക്കൻഡ് കോൺട്രാക്ട്. ഇവിടെ ഒരു പ്രൈമറി കോൺട്രാക്ട് എന്താ? ഇവര് നമ്മൾ എനിക്ക് ഗ്യാരണ്ടി തന്നു, അതാണ് ഇവിടുത്തെ പ്രൈമറി കോൺട്രാക്ട്. സെക്കൻഡറി കോൺട്രാക്ട് ആണ് എന്ത്? ഇവര് തമ്മിൽ ഒരു എന്തിന്റെ ധാരണ ഉണ്ട്, ആദ്യം എസ് തരും, പിന്നെ എസ് തന്നില്ലെങ്കിൽ എം തരും എന്നുള്ളത്. അങ്ങനെ വെച്ചാൽ അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടായതുകൊണ്ട് ഈ സെക്കൻഡ് കോൺട്രാക്ട് ആയിട്ടില്ല എസും തമ്മിൽ ഇടയ്ക്കുള്ള കോൺട്രാക്ട് ഈ പ്രൈമറി കോൺട്രാക്ട് ആയിട്ടില്ല ഞാനും അവര് തമ്മിലുള്ള ആ ഷുവർട്ടി ഗ്യാരണ്ടി കോൺട്രാക്ടിനെ ബാധിക്കില്ല, ഇതിന് ബാധകമല്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി. ഷുവർട്ടിയുടെ ഡിസ്ചാർജ് എപ്പോഴൊക്കെയാണ് ഷുവർട്ടി ഡിസ്ചാർജ് ആവുക? A surety is said to be discharged when his liability as surety suent. ഷുവർട്ടിയുടെ ആ ലയബിലിറ്റി എപ്പോഴാണോ അവസാനിക്കുന്നത് അപ്പോഴാണ് ആര് ഡിസ്ചാർജ് ആവുക? ഷുവർട്ടി ഡിസ്ചാർജ് ആവുക. ദ വേരിയസ് മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഡിസ്കസ്ഡ് ബിലോ. താഴെ പറയുന്നതാണ് എന്ത്, എങ്ങനെയാണ് ഡിസ്ചാർജ് ആവുന്നത് എന്നുള്ളത് 3 കേസസ്. ഒന്ന് പറയുന്നത് ബൈ റിവോക്കേഷൻ, by conduct of the creditor, or invalidation of the contract of guarantee. ഈ 3 കേസസിലാണ് ഡിസ്ചാർജ്, ഷുവർട്ടി അല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഷുവർട്ടിയുടെ ലയബിലിറ്റി ഇനി മുതൽ ഉണ്ടാവില്ല എന്നുള്ളൊരു പൊസിഷനിലോട്ട് എത്തുന്നത്. സോ ഫസ്റ്റ് നോക്കാം, വൈ റിവോക്കേഷൻ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഓക്കെ, അതിന്റെ കേസസിലാണ് ഒന്നത് റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂ ഗ്യാരണ്ടി ബൈ നോട്ടീസ്. അപ്പൊ നോക്കിക്കോ, നേരത്തെ കേസ് തന്നെ എടുത്താൽ എം, നിങ്ങളുടെ ഫ്രണ്ട് എസ് എനിക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, നമ്മൾ തമ്മിലുള്ള എമൗണ്ട്സിന് വന്നിട്ട് ഇപ്പൊ കണ്ടിന്യൂ ഗ്യാരണ്ടി ആണെന്ന് വിചാരിക്കും. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് പറഞ്ഞു, നിങ്ങളോട് ഇൻഫോം ചെയ്തു, നോട്ടീസ് തന്നു, നോട്ടീസ് കാരണം അറിയിച്ചു, അല്ലെങ്കിൽ എന്നെ അറിയിച്ചു, രണ്ടാളെ അറിയിച്ചു. എന്ത്? ഞാൻ ഇനി നിങ്ങൾക്ക്, അതായത് നിങ്ങൾ, ഓക്കെ, നിങ്ങൾക്കെതിരെ ഗ്യാരണ്ടി നിൽക്കൂല എന്ന് പറഞ്ഞ് നോട്ടീസ് തന്നു. അങ്ങനെ നോട്ടീസ് തന്ന ആ നോട്ടീസ് തന്നത് മുതൽ, അല്ലെങ്കിൽ നോട്ടീസിലൊരു ഡേറ്റ് പറഞ്ഞെങ്കിൽ ആ ഡേറ്റ് മുതൽ പിന്നെ എന്ത് ചെയ്യൂല, അയാള് നിങ്ങളുടെ ഷുവർട്ടി അല്ല. പിന്നെ ആ ഷുവർട്ടി അതിനുശേഷമുള്ളത് ഒന്നും ആര് ബാധകമാവില്ല? നമ്മുടെ എസ് എന്ന് പറയുന്ന ഷുവർട്ടി ലാബിൾ ആവില്ല. ഓക്കെ, അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആര് ലാബിൾ ആയിരിക്കും? ഷുവർട്ടി ആയിട്ടുള്ള എസ് ലാബിൾ ആയിരിക്കും. പക്ഷെ അതിനുശേഷം അയാളൊരു നോട്ടീസ് തന്നതിന് ശേഷമുള്ള, അല്ലെങ്കിൽ ആ ഒരു റിവോക്ക് ആയതിനു ശേഷം, റിവോക്ക് ആവുക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആവുക, മനസ്സിലാവും, പിന്നെ അതില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാല് പിന്നെ അതിനുശേഷമുള്ളതൊന്നും ആര് ലാബിൾ അല്ല? എസ് എന്ന് പറയുന്ന ഷുവർട്ടി ലാബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി അതാണ് ഒന്നാമത്തത്. അപ്പൊ അവിടെ ആര് ഡിസ്ചാർജ് ആവും? അങ്ങനെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ആര് ഡിസ്ചാർജ് ആയിക്കോളും? ഷുവർട്ടി ഡിസ്ചാർജ് ആവും. പിന്നെ ഷുവർട്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂ ഗ്യാരണ്ടി ബൈ ഷുവർട്ടീസ് ഡെത്ത്. അല്ലെങ്കിൽ ഷുവർട്ടി മരിച്ചുപോയി. ഷുവർട്ടി മരിച്ചു കഴിഞ്ഞാൽ, ഈ മരിക്കുക എന്ന് പറയുന്നത്
ഓട്ടോമാറ്റിക് റിവോക്കേഷൻ. നമ്മൾ കോൺട്രാക്റ്റിൽ ഫസ്റ്റ് യൂണിറ്റിലും സെക്കൻഡ് യൂണിറ്റിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡെത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കോൺട്രാക്ട് ഇല്ല, പിന്നെ അവിടെ അയാൾ ഇല്ലല്ലോടാ. അയാൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, റിവോക്ക് ആവും. ഓക്കെ, അയാളുടെ ഡെത്തിന് ശേഷം ഉള്ളതിലൊന്നും ആര് ലേബിൾ ആവില്ല, ഷുവർട്ടി ലേബിൾ ആവില്ല. ഓക്കെ, യെസ്. ഇനി അടുത്താണ് ബൈ നൊവേഷൻ. ബൈ നൊവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇപ്പൊ നേരത്തെ കേസ് തന്നെ വരിക, ഞാന്, നിങ്ങള്, നിങ്ങളുടെ ഫ്രണ്ട് എസ്. ഓക്കെ, ഇപ്പൊ നോക്കടാ, ആദ്യം കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആന്ന് വിചാരിച്ചോ. എസ് എനിക്ക് തന്നിരിക്കുന്നത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഷുവർട്ടി അണ്ടർ ഒറിജിനൽ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ് എ ഫ്രഷ് കോൺട്രാക്ട് എൻഡേർഡ് ടു എയ്തർ ബിറ്റ്വീൻ ദ സെയിം പാർട്ടീസ് ബിറ്റ്വീൻ ദ അതർ പാർട്ടീസ്. ഓക്കെ, നോക്കിക്കോ, ഇവിടെ എമ്മും വൈയും നിങ്ങളും ഉണ്ട്, എസ് നിങ്ങളുടെ ഫ്രണ്ടും ഉണ്ട്. ഈ എസ് ആദ്യം കണ്ടിന്യൂ ഗ്യാരണ്ടി ആയിക്കോട്ടെ. നമ്മൾ തമ്മിൽ, ഞാനും അർസൂഖായിട്ടുള്ള ഞാനും നിങ്ങളും തമ്മിൽ എനി കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതിനൊക്കെ ആര് ഗ്യാരണ്ടി നിന്നിട്ടുണ്ട്? നമ്മുടെ എസ് കോൺട്രാക്ട് ഗ്യാരണ്ടി നിന്നിട്ടുണ്ട്. പക്ഷെ എസ് പിന്നെ ഈ ഒരു ഇതാണ് ഇപ്പോൾ ഒറിജിനൽ കോൺട്രാക്ട് അല്ലെ? ഒറിജിനൽ കോൺട്രാക്ട് എന്താണ്? എന്ത്, ഞാനും നിങ്ങളും തമ്മിൽ കണ്ടിന്യൂ ഇനി എന്ത് കോൺട്രാക്ട് ഉണ്ടെങ്കിലും അതിലൊക്കെ ആര് ഗ്യാരണ്ടിയാണ്? എസ് ഗ്യാരണ്ടിയാണ്. ഓക്കെ, യെസ്. പിന്നെ എസ് പറഞ്ഞോടാ വൈനോട്, നിങ്ങളോട് പറഞ്ഞു, ഞാൻ 1,00,000 മാത്രമേ എന്തിക്കുള്ളൂ, ഗ്യാരണ്ടി നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1,00,000, അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, അതായത് എത്ര എമൗണ്ട്സിനും അവിടെ എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എത്ര എമൗണ്ട് നിങ്ങൾ എൻ്റെ ഒക്കെ മേടിച്ചാലും അതിനൊക്കെ ആര് ഗ്യാരണ്ടി ആയിരുന്നു? നമ്മുടെ ഷുവർട്ടി ആയിട്ടുള്ള എസ് ഗ്യാരണ്ടി ആയിരുന്നു. പക്ഷെ ഇയാൾ പിന്നീട് വേറൊരു കോൺട്രാക്ട് ഉണ്ടാക്കി 1,00,000 മാത്രമേ ഗ്യാരണ്ടിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ആദ്യം ഉണ്ടായ ഒരു കോൺട്രാക്റ്റിന് ശേഷം വേറൊരു കോൺട്രാക്ട് വന്നില്ലേ? അപ്പൊ ഈ പഴയ കോൺട്രാക്ട് പിന്നെ ഇല്ല, പിന്നെ പുതിയ കോൺട്രാക്ട് മാത്രം. അതാണ് ബൈ നൊവേഷൻ എന്ന് പറഞ്ഞാൽ. പുതിയതായിട്ട് നൊവേഷൻ, ന്യൂ നൊവേഷൻ, അതിൽ നിന്നാണ് എന്താ പറയുക, പുതിയൊരു കോൺട്രാക്ട് വരുമ്പോൾ പഴയ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി എന്താവും, റിവോക്ക് ആവും, അല്ലെങ്കിൽ ആ പഴയ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് 3 കേസസ് അണ്ടർ റിവോക്കേഷൻ. ഒന്നെന്ന് പറയുന്നത് ബൈ നോട്ടീസ്, രണ്ടാമത്തേന്ന് പറയുന്നത് ഷുവർട്ടി ഡെത്ത്, മൂന്നാമത്തത് ബൈ നൊവേഷൻ. ദീസ് ആർ ദ 3 കേസസ്. ഓക്കെ, ഓക്കെ. ഇനി ബൈ കണ്ടക്ട് ഓഫ് ദി ക്രെഡിറ്റർ. ഇവിടെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കാണ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മുകളിലത്തെ ക്ലാസ് നമ്പറിൽ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അതുപോലെ തന്നെ ഡൗട്ട്സിനും ക്ലാസ്സസിനും വേണ്ടിയിട്ടും മുകളിലത്തെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ്, അടുത്ത ടോപ്പിക്കല്ല. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് എങ്ങനെയാണ് ഷുവർട്ടി ഡിസ്ചാർജ് ആവുക, നമ്മളുടെ ബൈ റിവോക്കേഷൻ. അടുത്താണ് ബൈ കണ്ടക്ട് ഓഫ് ദി ക്രെഡിറ്റർ. ക്രെഡിറ്ററുടെ കണ്ടക്ട് കൊണ്ടും ബൈ ഡിസ്ചാർജ് ആവും. ഓക്കെ, ബൈ വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട് where there is a variance in the terms of contract between principal debtor and creditor without the consent of the surety's consent. അതായത് ഇവിടെ നോക്കണം, ഇവിടെ മെയിൻ കോൺട്രാക്ട് ആരൊക്കെ? പ്രിൻസിപ്പൽ ഡെബ്റ്ററും ക്രെഡിറ്ററും തമ്മിൽ, അവരാണ് 1,00,000. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ 1,00,000, നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ മാത്രമേ ആര് തരുള്ളൂ, ഷുവർട്ടി തരുള്ളൂ. ഓക്കെ, അതേപോലെ അപ്പൊ നമ്മുടെ കോൺട്രാക്ട് തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നു. സപ്പോസ് അയാൾ 1,00,000 കോൺട്രാക്ട്, ഈ ഒരു കോൺട്രാക്ടിനാണ് അയാൾ എന്ത് തന്നിട്ടുണ്ടായിരുന്നത്, അയാള് ഷുവർട്ടി തന്നിട്ടുണ്ടായിരുന്നു. സപ്പോസ് ആ 1,00,000 നമ്മൾ 2,00,000 ആക്കി മാറ്റി എന്ന് വിചാരിച്ചു, വിത്തൗട്ട് കൺസെന്റ് ഓഫ് ദി ഷുവർട്ടി. ഷുവർട്ടിനോട് പറഞ്ഞതുമില്ല ഈ കാര്യം, നമ്മൾ 1,00,000, ഞാൻ 1,00,000 കൂടെ അധികം തന്നു. അങ്ങനെയാണെങ്കിലും ആര് ഡിസ്ചാർജ് ആവും? ഷുവർട്ടി ഡിസ്ചാർജ് ആവും. കാരണം ഈ കാര്യം ആരറിയിക്കണമായിരുന്നു? 2,00,000 ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് ആരറിയിക്കണമായിരുന്നു? ഷുവർട്ടിയുടെ കൺസെന്റ് ആവശ്യമായിരുന്നു, ഷുവർട്ടിയുടെ സമ്മതം ആവശ്യമായിരുന്നു. സമ്മതം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണെങ്കിലും അത് റിലീസ് ആവും. ഓക്കെ, യെസ്. ഇനി ബൈ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിസ്ചാർജ് ആയി, എനി റീസൺ. ഓക്കെ, ഓക്കെ. ഒന്നെന്ന് പറയുന്നത് എൻ്റർ ഇൻ ടു എ ഫ്രഷ് ന്യൂ കോൺട്രാക്ട് വിത്ത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ബൈ വിച്ച് ഡെപ്റ്റർ ഈസ് റിലീസ്ഡ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺട്രാക്റ്റുമായിട്ട് പ്രിൻസിപ്പൽ ഡെപ്റ്ററായിട്ട് ചെയ്തു, അങ്ങനെ വെച്ചാൽ അങ്ങനെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ റിലീസായി. പ്രിൻസിപ്പൽ ഡെപ്റ്റർ റിലീസായ പിന്നെ ആരും റിലീസാണ്, ഷുവർട്ടി റിലീസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. പ്രിൻസിപ്പൽ, കാരണം ആദ്യ ലാബിലിറ്റി ആയിരിക്കാം പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിഫാൾട്ട് ആവുമ്പോൾ മാത്രമേ ആർക്ക് ലാബിലിറ്റി വരുന്നുള്ളൂ, ഷുവർട്ടിക്ക്. സോ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ചെയ്യുന്നില്ല, പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഷുവർട്ടി ചെയ്യേണ്ട ആവശ്യമില്ല. Does any act or omission the legal consequence which is discharge of the principal debtor? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ട്, ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഒമിഷൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ലീഗൽ, അതിൻ്റെയൊക്കെ ലീഗൽ കോൺസിക്വൻസ്, അല്ലെങ്കിൽ ലീഗലായിട്ട് അത് വന്നപ്പോൾ
പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് ലോ പ്രകാരം പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരാ നോക്കേണ്ട ആവശ്യമില്ല, ഷുവർട്ടി ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഡിസ്ചാർജ് ഓഫ് ദ ഷുവർട്ടി creditors compound with give time agrees not sue the principal debtor. ഒന്ന് പറയുന്നത് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും വേരിയേഷൻസ് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. നിങ്ങൾ പറഞ്ഞില്ല, വിത്തൗട്ട് കൺസെന്റ് ഓഫ് ദി ഷുവർട്ടീസിൽ എന്തെങ്കിലും വേരിയേഷൻസ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രോമിസ് ടു ഗിവ് ടൈം, അല്ലെങ്കിൽ ടൈമിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതായത് എന്താ പറയാ, ടൈം കൂടുതൽ കൊടുക്കുകയെ, ഓക്കെ, ആ ടൈമിൽ ചേഞ്ചസ് ഇല്ല, പ്രോമിസ് ടു ഗിവ് ടൈം. അല്ലെങ്കിലോ പ്രോമിസ് നോട്ട് സ്യൂ, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ പൈസ തന്നിട്ടില്ല എന്നതിന് പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ സ്യൂ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെങ്കിലും അതും എന്താണ്, അതിനൊക്കെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് മനസ്സിലാക്കണം ഷുവർട്ടിക്ക് പിന്നെ അവിടെ ലയബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേരിയൻസ് കൊണ്ടുവരാം. ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാലും സെയിം ഒറിജിനൽ കോൺട്രാക്റ്റിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, ആ ചേഞ്ചസിനെയാണ് ഈ കോമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പ്രോമിസ് ഗിവ് ടൈം. ഓക്കെ, ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് ഗ്യാരണ്ടി ഡെപ്റ്റ് എന്ത് ചെയ്യുക, require principal debtor to pay off debt accordingly is one of the duties of creditor towards the surety notice. അല്ലെങ്കിൽ ടൈം കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ടൈമിൽ വരുന്ന ചേഞ്ചസ്. ഓക്കെ, അങ്ങനെ ടൈമിൽ വരുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ ടൈം കൊടുക്കാതെ ഇരിക്കുക, ഷുവർട്ടി കൊടുത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ ആ ടൈമിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്. ഓക്കെ, യെസ്. മൂന്നാമതാണ് പ്രോമിസ് നോട്ട് സ്യൂ, അല്ലെങ്കിൽ സ്യൂ ചെയ്യൂല, പ്രിൻസിപ്പൽ ഡെപ്റ്റിനെ സ്യൂ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ, പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ സ്യൂ ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെയും സ്യൂ ചെയ്യാൻ പറ്റൂല, ഷുവർട്ടിനെ സ്യൂ ചെയ്യാൻ പറ്റൂല. മനസ്സിലാവുണ്ടോ? കേസ് കൊടുക്കൂല. 1 ലക്ഷം നിങ്ങൾ എനിക്ക് 1 ലക്ഷം തന്നിട്ടില്ല, ഞാൻ പറയാണ് നിങ്ങൾക്കെതിരെ ഞാൻ സ്യൂ ഇല്ല, ഷുവർട്ടിക്കെതിരെ സ്യൂ ചെയ്യും, അല്ലെങ്കിൽ കേസ് കൊടുക്കും. സ്യൂ ചെയ്യാൻ കേസ് കൊടുക്കുക, അങ്ങനെ പാടുണ്ടോ? പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്കെതിരെ സ്യൂ ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റില്ല, ഷുവർട്ടിക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി അപ്പൊ നമ്മൾ ഈ ഒരു കേസസിലൊക്കെ ആര് ഡിസ്ചാർജ് ആവും, നമ്മുടെ ഷുവർട്ടി ഡിസ്ചാർജ് ആവും. ഓക്കെ, യെസ്. ഇനി ചില കേസസിൽ ഷുവർട്ടി ഡിസ്ചാർജ് ആവില്ല. ഓക്കെ, യെസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ കേസസ് വെർ ഷുവർട്ടി നോട്ട് ഡിസ്ചാർജ്ഡ്. ഓക്കെ, surety is not discharged when the agreement made with a third person to give time to the principal debtor. ഓക്കെ, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് കുറച്ചുകൂടെ സമയം കൊടുത്തു, അതുകൊണ്ട് ആര് ഇതാവില്ല, അവിടെ പൈസ തരാത്തതുകൊണ്ട് കുറച്ചുകൂടെ അധിക സമയം കൊടുത്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആര് റിലീസ് ആവില്ല, അല്ലെങ്കിൽ ആര് ഡിസ്ചാർജ് ആവില്ല, ഷുവർട്ടി ഡിസ്ചാർജ് ആവില്ല. നോക്കൊരു എക്സാമ്പിൾ. See the holder of overdue bill of estate drawn by A as surety for B. അപ്പൊ നോക്കടാ, സി എന്ന് പറയുന്ന ഒരു ഹോൾഡർ, എന്ത് ഹോൾഡറാ, ഒരു ബില്ല്. ഓക്കെ, യെസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരിക്കും. ഓക്കെ, ബി എന്ന് പറയുന്ന ആൾക്ക് എഴുതിയിട്ടുള്ളത്, ഇതിൽ ഷുവർട്ടി ആണ് ആര്, ഇപ്പൊ എ ഷുവർട്ടി, സി എന്ന് പറയുന്നത്. അപ്പൊ അതായത് ബി ആർക്ക് പൈസ കൊടുക്കണം, സിക്ക് പൈസ കൊടുക്കണം. ഓക്കെ, യെസ്, അതിന് ആര് ഷുവർട്ടി തന്നു, എ. ഓക്കെ, ആൻഡ് അക്സെപ്റ്റഡ് ബൈ ബി ആൻഡ് കോൺട്രാക്ട് വിത്ത് എമ്മുമായിട്ട് കോൺട്രാക്ട് ചെയ്തു, എന്ത്, ടൈം ടു ഗിവ്. സി എന്ത് ചെയ്തു, ഓക്കെ, ആൻഡ് അക്സെപ്റ്റഡ് ബൈ ബി. ഓക്കെ, യെസ്, ബി കോൺട്രാക്ട്സ് വിത്ത് എം ടു ഗിവ്. സി എം ആയിട്ട് കോൺട്രാക്റ്റിലായി, എന്ത്, വേറൊരു തേർഡ് പേഴ്സൺ ആയിട്ട്, എന്ത്, ബിക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കാൻ വേണ്ടിയിട്ട്. എ ഇസ് നോട്ട് ഡിസ്ചാർജ്. ആ സമയത്ത് ആര് ഡിസ്ചാർജ് ആവില്ല, എ ഡിസ്ചാർജ് ആവില്ല. അപ്പൊ വേറൊരാളുമായിട്ട് കുറച്ചുകൂടെ സമയം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താവില്ല, കുറച്ചുകൂടെ അധികം, ശരിക്കും അയാൾ എന്ത് ചെയ്യാണ്, നേരത്തെ കൊടുക്കേണ്ടത് ഷോർട്ടി അല്ലെങ്കിൽ അപ്പൊ തന്നെ ലേബിൾ ആവുമായിരുന്നു, പക്ഷെ അപ്പൊ തന്നെ കുറച്ചുകൂടെ ടൈം നീട്ടി കൊടുത്തുകൊണ്ട് അവിടെ നേരെ ലേബിൾ ആക്കാൻ പറ്റൂല, അല്ല, ഷോർട്ടി ഡിസ്ചാർജ് ആവില്ല എന്ന് പറയാം. ഓക്കെ, യെസ്. where the contract give time to the principal debtor ന് പൈസ കൊടുത്തു, is made by the creditor with the third person. സി എന്ന് പറയുന്ന ആള് വേറൊരാളുമായിട്ട് ഇത് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് എന്താക്കി, കുറച്ചുകൂടെ സമയം പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ ആര് ഡിസ്ചാർജ് ആവില്ല, ഷുവർട്ടി ഡിസ്ചാർജ് ആവില്ല. ഓക്കെ, ഇനി ക്രെഡിറ്റർ ഫോർബിയൻസ് ടു സ്യൂ ഡസ് നോട്ട് ഡിസ്ചാർജ് ഷുവർട്ടി. ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. Forbearance to sue does not result. Forbearance എന്ന് പറയുന്നത്, B wants to see debt or guarantee by the debt become payable C
ഡു നോട്ട് സ്യൂ. അതായത് ഫോർബിയറൻസ് ആണ് എന്താ, ക്ഷമിക്കുക എന്നൊക്കെ അല്ല അർത്ഥം. നമ്മളെന്ത് ടു സ്യൂ ഡസ് നോട്ട് റിസ്റ്റാർട്ട്, അതായത് എന്ത് ചെയ്ത് ക്രെഡിറ്റർ വേണ്ട, അയാളിപ്പോ തന്നെ സ്യൂ ചെയ്യണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷുവർട്ടി കുറച്ച് കാലത്തിന് അയാൾ സ്യൂ ചെയ്തില്ല. അപ്പൊ നോക്കടാ, ഇപ്പൊ താഴെ പറയുന്ന എക്സാമ്പിൾ നോക്കടാ. ബി ഓൺ ടു സി എ ഡെപ്റ്റ് ഗ്യാരണ്ടീഡ് ബൈ എ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, ബി സിക്ക് പൈസ കൊടുക്കാനുണ്ട്. ദ ഡെപ്റ്റ് ബിക്കം പേയബിൾ, അങ്ങനെ പൈസ കൊടുക്കാനായി. സി ഡസ് നോട്ട് സ്യൂ ബി, സി എന്തില്ല ബിക്കെതിരെ കേസ് കൊടുത്തില്ല. ഫോർ 1 year ആഫ്റ്റർ ദ ഡെപ്റ്റ് ബിക്കം പേയബിൾ, ഡെപ്റ്റ് കൊടുക്കാനായിട്ട് 1 വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യൂല, ബിനെ സ്യൂ ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ എ ഈസ് നോട്ട് ഡിസ്ചാർജ് ഫ്രം ഹിസ് ഷുവർട്ടിഷിപ്പ്. ആ ഷുവർട്ടിന്ന് ആരും ഡിസ്ചാർജ് ആവില്ല. കാരണം നോക്കടാ, ഇവിടെ അയാൾ സ്യൂ ചെയ്യാതിരിക്കണം. അയാൾക്ക് വേണമെങ്കിൽ സ്യൂ ചെയ്യാമായിരുന്നു, പക്ഷെ അയാൾ സ്യൂ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മറ്റാൾ എന്ത് ചെയ്യില്ല, ഡിസ്ചാർജ് ആവില്ല. ഓക്കെ. ഇനി ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ ക്രെഡിറ്റേഴ്സ് ആക്ട് ഓർ ഒമിഷൻ, അല്ലെങ്കിൽ ഇമ്പയറിംഗ് ദ ഷുവർട്ടി ഇവൻച്വൽ റെമഡി. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി, ഷുവർട്ടി ഡിസ്ചാർജ് ആവും ബൈ ക്രെഡിറ്റേഴ്സ് ആക്ട്, ക്രെഡിറ്ററുടെ ആക്ട് കാരണം ഡിസ്ചാർജ് ആയി, അല്ലെങ്കിൽ ഒമിഷൻ ചെയ്യാതിരിക്കൊണ്ട്. ഇമ്പയറിംഗ് ദ ഷുവർട്ടി ഇവൻച്വൽ റെമഡി, അവിടെ ഷുവർട്ടിക്ക് ഒരു റെമഡി ഉണ്ടായിരുന്നു, ആ റെമഡി എന്ത് ചെയ്തു, ദുർബലമാക്കി. ഇമ്പയർ പറഞ്ഞ ദുർബലമാക്കി ഷുവർട്ടീസ് ഇവൻച്വൽ റെമഡി, ഷുവർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു റെമഡിനെ. നോക്കിക്കോ എക്സാമ്പിളിലൂടെ. ഇൻ കേസ് ഓഫ് ബിഫോർ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എ ബാങ്ക് ഗ്യാരണ്ടീഡ് എ ലോൺ ഓൺ ദ സെക്യൂരിറ്റി ഓഫ് സ്റ്റോക്ക് ഇൻ ദ ഗോഡൌൺ. ഗോഡൌണിലെ സ്റ്റോക്കിന്റെ ബേസിസിൽ എന്ത് ചെയ്തു, ബാങ്ക് പൈസ കൊടുത്തു. ദ ലോൺ വാസ് ആൾസോ ഗ്യാരണ്ടീഡ് ബൈ ദ ഷുവർട്ടി, ഷുവർട്ടിനെ വെച്ചിട്ട് ഒരു ഗ്യാരണ്ടിയും കൊടുത്തു. ദ ഗുഡ്സ് വർ ലോസ് ഫ്രം ദ ഗോഡൌൺ ഓൺ ദ അക്കൗണ്ട് ഓഫ് നെഗ്ലിജൻസ് ഓഫ് ദ ബാങ്ക് ഒഫീഷ്യൽസ്. ബാങ്കിന്റെ കുറച്ച് ഒഫീഷ്യൽസ് കാരണം അവിടെ എന്ത് ചെയ്തു, ഗുഡ്സ് എന്താ പറയാ, ഗുഡ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. ഓക്കെ. യെസ്. ദ ഷുവർട്ടി വാസ് ഡിസ്ചാർജ്ഡ് ടു ദ എക്സ്റ്റെൻഡ് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക്. കാരണം ശരിക്കും അപ്പോ അവിടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന് ആര് പൈസ കൊടുക്കുമായിരുന്നു, ഷുവർട്ടി പൈസ കൊടുക്കുമായിരുന്നു. പക്ഷെ ഈ പൈസ കൊടുത്താലും ഈ ഒരു ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ഗോഡൌണിലെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ പൈസ ആര് കൊടുത്താലും, ഷുവർട്ടി കൊടുത്താലും അയാൾക്ക് ഈ സ്റ്റോക്ക് വിറ്റിട്ട് ആ പൈസ റിക്കവർ ചെയ്യായിരുന്നു. സപ്പോസ് ഫോർ എക്സാമ്പിൾ, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ നോക്കിക്കോ, ഇവിടെ ബാങ്കില് 2 സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് പറയുന്നത് ഗോഡൌണിലെ സ്റ്റോക്ക് സെക്യൂരിറ്റി ആയിട്ട് വെച്ചു, പ്ലസ് ഇപ്പൊ എം എന്ന് പറഞ്ഞ ആളേക്കാണ് കടം മേടിച്ചത്. എം എന്ന് പറയുന്ന ഒരാളാണ് ലോൺ എടുത്തത് 10 ലക്ഷം. ഓക്കെ. യെസ്. അതില് ഒരു 5 ലക്ഷത്തിന് എന്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. 5 ലക്ഷത്തിന്റെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാരണ്ടി കൊടുത്തത് എസ് എന്ന് പറഞ്ഞ ഒരാള് ഷുവർട്ടി കൊടുത്തു. ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ എന്താ കാര്യം, 10 ലക്ഷം എം എന്ന് പറയുന്ന ഒരാൾ ലോൺ എടുത്തു ബാങ്കിൽ നിന്ന്. അതിൽ 5 ലക്ഷത്തിന്റെ എന്ത് വെച്ചു, സ്റ്റോക്ക് വെച്ചു. സ്റ്റോക്ക് എന്താ വെച്ചു, സെക്യൂരിറ്റി ആയിട്ട് വെച്ചു. അതായത് ബാങ്ക് ഈ 10 ലക്ഷം കൊടുത്തിട്ടില്ല, എം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 5 ലക്ഷം എന്ത് ചെയ്തു, ഈ ആർക്ക് റിക്കവർ ചെയ്യാം, ബാങ്കിന് 5 ലക്ഷം ഈ സ്റ്റോക്ക് വിറ്റിട്ട്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിസിനസിന്റെ സ്റ്റോക്ക് ഉണ്ടാവില്ലേ, അത് വിറ്റിട്ട് ഈ 5 ലക്ഷം റിക്കവർ ചെയ്യായിരുന്നു. ഇനി എസ് എന്ന് പറയുന്ന ആള് ഇതിനെ സെക്യൂരിറ്റി എന്താ പറയാ, നമ്മൾ എന്തിട്ടുണ്ട്, ഷുവർട്ടി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ എം എന്ത് ചെയ്തില്ല, ഈ 10 ലക്ഷം കൊടുത്തില്ല എന്ന് വിചാരിക്കും. ഓക്കെ. ഇവിടെ എന്ത് ചെയ്തു വെച്ചാല്, ഈ ബാങ്കിന്റെ ആൾക്കാർ കാരണം ഈ സ്റ്റോക്ക് എന്ത് ചെയ്തു, പോയി. അവരുടെ ഒഫീഷ്യൽസിന്റെ എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഓർ സംതിങ് ഒരു നെഗ്ലിജൻസ് കാരണം, അവരുടെ പ്രശ്നം കാരണം ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് അവിടുന്ന് പോയി. ഓക്കെ. എവിടുന്ന്, ബാങ്കിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ എമ്മിന് ഈ 10 ലക്ഷം എം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഷുവർട്ടി എത്ര കൊടുക്കണമായിരുന്നു ബാങ്കിന്? 10 ലക്ഷം കൊടുക്കാൻ പറ്റും. 10 ലക്ഷം കൊടുക്കണം. 10 ലക്ഷം കൊടുക്കുകയും ചെയ്യും ആര്, ഷുവർട്ടി. അപ്പൊ ഈ 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാല് ഇവർക്ക് ഈ ഷുവർട്ടിക്ക് വേണമെങ്കിൽ ഈ സ്റ്റോക്ക് വിറ്റിട്ട് ഈ 5 ലക്ഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിക്കവർ ചെയ്തൂടെ? റിക്കവർ ചെയ്യാം. അപ്പോ ശരിക്കും അപ്പൊ ഇങ്ങനെ ഒരു ഈ ബാങ്ക് ഇങ്ങനെ ചെയ്യുന്ന നെഗ്ലിജൻസ് കൊണ്ട്, അതായത് ഇവരിത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഈ 5 ലക്ഷം റിക്കവർ ചെയ്യാൻ ഷുവർട്ടിക്ക് പറ്റുമായിരുന്നു. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോക്ക് പോയി. അപ്പൊ ഇനി സ്റ്റോക്ക് ഇല്ല കേട്ടോ, സ്റ്റോക്ക് ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു, പിന്നീട് ഈ എം എന്ത് ചെയ്തു, കൊടുത്തില്ല, ഈ 10 ലക്ഷം കൊടുത്തില്ല. അങ്ങനെ വെച്ചാൽ ഈ ഷുവർട്ടി എത്ര മാത്രം കൊടുത്താൽ മതി എന്നറിയോ, 5 ലക്ഷം മാത്രം ബാങ്കിന് കൊടുത്താൽ മതി.
കാരണം 5 ലക്ഷം ശരിക്കും അവർക്ക് എവിടെ നിന്ന് റിക്കവർ ചെയ്യായിരുന്നു, സ്റ്റോക്ക് നിന്ന് റിക്കവർ ചെയ്യായിരുന്നു. പക്ഷെ ആ സ്റ്റോക്ക് റിക്കവർ അവരുടെ നെഗ്ലിജൻസ് കാരണം സ്റ്റോക്ക് അവിടെ നിന്ന് പോയി. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഷുവർട്ടി എത്ര മാത്രമേ ബാങ്കിന് കൊടുക്കണ്ടുള്ളൂ? 5 ലക്ഷം മാത്രമേ കൊടുക്കണ്ടുള്ളൂ. അപ്പൊ എത്രയാണ് ആ സ്റ്റോക്കിന്റെ എമൗണ്ട്, അത്രയും ആര് ഡിസ്ചാർജ്, ഫുള്ള് ഡിസ്ചാർജ് ആയില്ല, സ്റ്റോക്ക് എത്ര ഉണ്ടായിരുന്നോ അത്ര എമൗണ്ടിൽ ആര് ഡിസ്ചാർജ് ആയി, നമ്മുടെ ഷുവർട്ടി ഡിസ്ചാർജ് ആയി. ഓക്കെ, ബാക്കി എമൗണ്ടിൽ ഡിസ്ചാർജ് ആവില്ല എന്നാ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഈ 3 കേസസിലും ഷുവർട്ടി എന്താവില്ല, ഡിസ്ചാർജ് ആയി. ഓക്കെ, ഇനി പിന്നെ ഒരു എന്താ പറയാ, അപ്പൊ ഫസ്റ്റ് 2 കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോ ഒന്ന് പറയുന്നത് ബൈ റിവോക്കേഷൻ ഡിസ്കസ് ചെയ്തു, ബൈ കണ്ടക്ട് ഓഫ് ദി ക്രെഡിറ്റർ അത് പറഞ്ഞു. ഇതിലാണ് നമ്മൾ 2 പഠിച്ചത്, ഷുവർട്ടി ഡിസ്ചാർജ് ആവുന്നതും ഷുവർട്ടി ഡിസ്ചാർജ് ആവാത്തതും 2 കേസ്. മൂന്നാമത്തെ കേസാണ് ഓൺ ദ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഇൻവാലിഡ് ആവാം. എന്തുകൊണ്ടൊക്കെ ഇൻവാലിഡ് ആവാം? നമ്മുടെ സാധാരണ കോൺട്രാക്ട് എന്തൊക്കെ ഇൻവാലിഡ് ആവാറ്, അണ്ടർ കൊയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഒബ്റ്റൈൻഡ് ബൈ മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ വഴിയാണ് ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എൻട്രി ചെയ്തിട്ടുള്ളത്. റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എൻട്രി ചെയ്ത കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണെങ്കിൽ അതിൽ പിന്നെ ആർക്ക് ഡിസ്ചാർജ് ആവും? ഷുവർട്ടി ഡിസ്ചാർജ് ആവും. കാരണം മിസ്റെപ്രസെന്റേഷൻ വഴിയാണ് എന്ത് ചെയ്തത്, അവിടെ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തത്. അതുപോലെ തന്നെ ഗ്യാരണ്ടി കോൺട്രാക്ട് ഒബ്റ്റൈൻഡ് ബൈ ദ കൺസീൽമെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽ സർക്കംസ്റ്റാൻസ് മറച്ചു വെച്ചിട്ടാണ് ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ എൻറ്റർ ചെയ്തതെന്നുണ്ടെങ്കിലും അതും ഇൻവാലിഡ് കോൺട്രാക്റ്റാണ്. ഇൻവാലിഡ് ഗ്യാരണ്ടി കോൺട്രാക്റ്റിലൊന്നും ആര് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഷുവർട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഷുവർട്ടി അപ്പൊ തന്നെ ഡിസ്ചാർജ് ആവും, കാരണം വാലിഡ് കോൺട്രാക്ട് അല്ല. പിന്നെ കോൺട്രാക്ട് ഓഫ് ദാറ്റ് കൊട്ടേഷൻ ആക്ട് അണ്ടിൽ ദ കോ-ഷുവർട്ടി ജോയിൻ. നമ്മളിത് വീണ്ടും ഡിസ്കസ് ചെയ്തതാണ്. ഒരു കോ-ഷുവർട്ടി ജോയിൻ ചെയ്യാത്തോടത്തോളം കാലം ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോ-ഷുവർട്ടി ജോയിൻ ചെയ്താൽ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ. കോ-ഷുവർട്ടി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് ആയിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, S1 guarantees C for payment done by P. C the condition, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായി, S will be liable only if S2 joins. S2 കോ-ഷുവർട്ടി ആയിട്ട് വന്നാൽ മാത്രമേ ആര് ലേബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, S1 ലേബിൾ ആവുന്നുള്ള അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചാൽ S does not give his consent to here, അവിടെ കൺസെന്റ് തന്നില്ല, അതായത് S2 അവിടെ കോ-ഷുവർട്ടി ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ S1 is not liable. കാരണം S2 ഉണ്ടെങ്കിൽ മാത്രമേ ആര് ഷുവർട്ടി ആയിട്ട് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, S1 ഷുവർട്ടി ആയിട്ട് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ചാപ്റ്ററിന്റെ ഏകദേശം എൻഡിലോട്ടായിട്ടുണ്ട്. ഈ റൈറ്റ്സ് ഓഫ് ഷുവർട്ടി, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൂടി മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ ഇതിൽ തന്നെ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം, കാരണം ഇനി കുറച്ചുകൂടി ഉള്ളൂ. ഇനി റൈറ്റ് ഓഫ് ഷുവർട്ടി, 3 തരം റൈറ്റ് ഉണ്ട് ഷുവർട്ടിക്ക്. ഒന്ന് റൈറ്റ് അഗെയിൻസ്റ്റ് ക്രെഡിറ്റർ. ക്രെഡിറ്ററിനെതിരെ ഷുവർട്ടിക്ക് റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റ്, റൈറ്റ് അഗെയിൻസ്റ്റ് കോ-ഷുവർട്ടീസ്. ഫസ്റ്റ് നമുക്ക് നോക്കാം റൈറ്റ് അഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരാന്ന് മനസ്സിലായല്ലോ. നേരത്തെ കേസിന്റെ എടുക്കുക, ഞാനാണ് ക്രെഡിറ്റർ, നിങ്ങളാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, വേറെ ഒരു ഷുവർട്ടി ഉണ്ട് S. ഓക്കെ, അപ്പൊ ഈ ഷുവർട്ടിക്ക് നിങ്ങൾക്കെതിരെ, അതായത് ആരാന്ന് മനസ്സിലായല്ലോ, നോക്കിക്കോ, ഞാൻ M, നിങ്ങളുണ്ട്, U 1 ലക്ഷം മേടിച്ചു, ഷുവർട്ടി S. ഓക്കെ, അപ്പൊ ഈ 1 ലക്ഷത്തിന് ആരാണ്? S ആണ്. അപ്പൊ ഈ എസ്സും നിങ്ങൾക്കും തമ്മിൽ എന്തെല്ലാം റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാണ് റൈറ്റ്സ് ടു സബ്രോഗേഷൻ. എന്താ സബ്രോഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? സപ്പോസ് ഞാന് നിങ്ങളേക്കെന്ന്, നമ്മുടെ കേസിൽ ഞാൻ എന്തായാലും ഇപ്പൊ ഗോൾഡ് ഞാൻ സെക്യൂരിറ്റി ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു വിചാരിച്ചു, 1 ലക്ഷം നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഞാൻ നിങ്ങളേക്കെന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രെഡിറ്റർ ആയിട്ടുള്ള ഞാൻ നിങ്ങളേക്കെന്ന് 1 ലക്ഷം ഗോൾഡ്, ഞാൻ കുറച്ച് ഗോൾഡ്, ഒരു 1 പവനോ 2 പവനോ 3 പവനോ എന്തോ ആയിക്കോട്ടെ, ആ പവൻ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ 1 ലക്ഷം തന്നില്ല. അപ്പൊ ഈ 1 ലക്ഷം ആര് തന്നു? സെക്യൂരിറ്റി ആയിട്ടുള്ള S തന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കുള്ള റൈറ്റ്സ്, എനിക്ക് ഈ ഗോൾഡിൽ റൈറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ പൈസ തരാത്തോണ്ട്. അങ്ങനെ വെച്ചാൽ ഈ റൈറ്റ്സ് ഒക്കെ ആർക്ക് കിട്ടും? പിന്നെ എസ്സിന് കിട്ടും. അതിനാണ് എന്ത് പറയുന്നത്, റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്റർ റൈറ്റ്സ് പിന്നെ ആ ഗോൾഡ് ആര് കൊടുക്കണം? ഷുവർട്ടി കൊടുക്കണം. കാരണം പിന്നെ അതായത് ക്രെഡിറ്ററുടെ പൈസ ഷുവർട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ പറയാ,
അപ്പൊ പിന്നെ ക്രെഡിറ്റർ റൈറ്റ്സ് ഒക്കെ ആർക്ക് കിട്ടും, എന്താ പറയാ, പിന്നെ ഷുവർട്ടിക്ക് കിട്ടും. അതിനാണ് പറയുന്നത് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പൈസ പിന്നെ ആ ഗോൾഡ് ആർക്ക് റൈറ്റ് ഉണ്ട്, ഷുവർട്ടിക്ക് റൈറ്റ് ഉണ്ട്. പിന്നെ ഇംപ്ലോയ്ഡ് പ്രോമിസ് ടു ഇൻഡംനിഫൈ ഷുവർട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ എന്താ പറയാ, നിങ്ങളും ഷുവർട്ടി തമ്മിൽ കോൺട്രാക്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷുവർട്ടി 1 ലക്ഷം എനിക്ക് തന്നതിനാ, ക്രെഡിറ്റർ ആയിട്ടുള്ള എനിക്ക് തന്നതിനാ, പിന്നെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, ഷുവർട്ടിക്ക് 1 ലക്ഷം കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ ഇവിടെ ഈ സബ്രോഗേഷന്റെ കേസിലാണ് എന്ത് ഉണ്ടോ, ദ ഷുവർട്ടി സ്റ്റെപ്ഡ് ഇൻ ടു ഷൂസ് ഓഫ് ദി ക്രെഡിറ്റർ. എന്താണോ, അതായത് ക്രെഡിറ്ററുടെ പൊസിഷനിൽ ആര് വരും, പിന്നെ നമ്മുടെ ഷുവർട്ടി വരും. പിന്നെ ഇംപ്ലോയ്ഡ് പ്രോമിസ് എന്താ പറഞ്ഞാൽ അങ്ങനെ അതായത് ഷുവർട്ടിക്ക് പ്രിൻസിപ്പളിന് ആ 1 ലക്ഷം കിട്ടാനുള്ള അധികാരം ആരേക്കുന്നുണ്ട്, നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ അയക്കുന്നുണ്ട്. ഇനി റൈറ്റ് അഗെയിൻസ്റ്റ് ക്രെഡിറ്റർ. ക്രെഡിറ്റർക്കെതിരെ എന്തെല്ലാം റൈറ്റ്സ് ഉണ്ട് ഷുവർട്ടിക്ക്? ഒന്ന്, ഷുവർട്ടി റൈറ്റ് ടു ബെനിഫിറ്റ് ഓഫ് ദ ക്രെഡിറ്റർ ഫോർ സെക്യൂരിറ്റീസ്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം. എന്ത്, ഗോൾഡ് എന്തെങ്കിലും സെക്യൂരിറ്റീസ് ക്രെഡിറ്റർ അവിടെ വെച്ചിട്ടാണ് പൈസ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ സെക്യൂരിറ്റീസിന്റെ അധികാരം ആയിരിക്കാം. നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിന്റെ അധികാരം ആയിരിക്കാം നമ്മുടെ ഷുവർട്ടിക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. പിന്നെ റൈറ്റ് ടു സെറ്റ് ഓഫ്. റൈറ്റ് ടു സെറ്റ് ഓഫ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ഷുവർട്ടി. ഓക്കെ, എടാ ക്രെഡിറ്റർ 1 ലക്ഷമായിരുന്നു മേടിച്ചത്, നിങ്ങൾ എൻ്റെ 1 ലക്ഷമല്ലേ മേടിച്ചത്, പക്ഷെ നിങ്ങൾ അതിലൊരു 30,000 രൂപ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ത് ചെയ്തു, ക്രെഡിറ്റർക്ക് തിരിച്ചു കൊടുത്തു. അപ്പൊ ബാക്കി ഇനി എത്ര റുപ്യ കൊടുക്കാനുള്ളൂ? 70,000. അങ്ങനെ വെച്ചാൽ ആ 70,000 മാത്രം ആര് കൊടുത്താൽ മതി, ഷുവർട്ടി കൊടുത്താൽ മതി, അല്ല 1 ലക്ഷം കൊടുക്കണ്ട. കാരണം 30,000 ആരെന്നെ കൊടുത്തിട്ടുണ്ട്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ബാക്കി എത്ര ഡിഫാൾട്ട് ഉള്ളൂ? 70,000. അങ്ങനെ വെച്ചാൽ 70,000 മാത്രം കൊടുത്താൽ മതി. അതാണ് റൈറ്റ് ടു സെറ്റ് ഓഫ്. പിന്നെ റൈറ്റ് ടു ഷെയർ ഡിഡക്ഷൻ. അതുപോലെ തന്നെ ഷെയർ ഡിഡക്ഷൻ സെയിം പോയിന്റ് ആയിരുന്നത്. ദ ഷുവർട്ടി ഹാസ് റൈറ്റ് ടു ക്ലെയിം പ്രപ്പോർഷനേറ്റ് റിഡക്ഷൻ ഇൻ ഹിസ് ലയബിലിറ്റി ഇഫ് ദ പ്രൊഡ്യൂസർ ബിക്കം ഇൻസോൾവെന്റ്. ഇപ്പൊ നോക്കിക്കോ, ഫോർ എക്സാമ്പിൾ എച്ച് took a loan 15,000 ഫ്രം വൈ. വൈന്നേക്ക് എച്ച് എന്ത് ചെയ്തു, ഒരു 50,000 ലോൺ എടുത്തു, വിച്ച് വാസ് ഗ്യാരണ്ടീഡ് ബൈ സെഡ്. സെഡ് ആണ് ഗ്യാരണ്ടി കൊടുത്തത്. എച്ച് ബിക്കം ഇൻസോൾവെന്റ് ആൻഡ് ഓൺലി 25% റിയലൈസ്ഡ് ഫ്രം ഹിസ് പ്രോപ്പർട്ടി. ഈ അങ്ങനെ എന്ത് ചെയ്തു, 25%, ഈ 50,000ന്റെ 25%, 50,000ന്റെ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12,500 എന്ത് ചെയ്തു, റിയലൈസ്ഡ് ഫ്രം. അയാൾ ഇൻസോൾവെന്റ് ആയി. ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും, അയാളുടെ പ്രോപ്പർട്ടി ഒക്കെ എടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ 25% എന്ത് ചെയ്തു, പ്രോപ്പർട്ടിന്ന് 12,500 എന്ത് ചെയ്തു, കൊടുത്തു തിരിച്ച്. അങ്ങനെ വെച്ചാൽ പിന്നെ ഷുവർട്ടി എത്ര മാത്രം കൊടുത്താൽ മതി, ഈ 12,500 അയാളുടെ പ്രോപ്പർട്ടിന്ന്, അയാളുടെ സ്വത്ത് നിന്ന് എന്ത് ചെയ്തു, 12,500 ബാങ്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടോ അയാൾ ഇൻസ്റ്റോൾമെന്റ് ആയതുകൊണ്ട്. അപ്പൊ ബാക്കി വരുന്ന 37,500 മാത്രം ആര് കൊടുത്താൽ മതി, നമ്മുടെ ഷുവർട്ടി കൊടുത്താൽ മതി എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി റൈറ്റ്സ് അഗൈൻ ടു കോ ഷുവർട്ടീസ്. കോ ഷുവർട്ടീസ് ആയിട്ട് എന്താ റൈറ്റ് ഉള്ളത്? ഇപ്പൊ റൈറ്റ് ടു ക്രെഡിറ്റർ പറഞ്ഞു, റൈറ്റ് ടു പ്രിൻസിപ്പൽ ഡെപ്റ്റർ പറഞ്ഞു, ഇനി റൈറ്റ് ടു കോ ഷുവർട്ടീസ്. The co-sureties means when the same debt duty on the guaranteed by 2 person. ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞു, co-surety will contribute equally. ഓക്കെ, അൺലെസ് അതർവൈസ് agreed upon. അല്ലെ, ഇപ്പൊ 2-3 ആൾക്കാരുണ്ട്. ഇപ്പൊ 2 ആളുണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിന്റെ ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരാൾ 50,000 മറ്റൊരാൾ 50,000 എന്ത് ചെയ്യേണ്ടി വരും, പൈസ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, liability of co-sureties bound to different sum. The principal equal contribute is however is subject to maximum limit fixed by surety. ഓക്കെ, ഇപ്പൊ അതിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് 1 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ അയാൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ 1 ലക്ഷത്തിനേക്കാൾ കൂടുതൽ അയാൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഡിഫറെന്റ് സംസ് വരാണ്. ഇപ്പൊ സപ്പോസ് നോക്കടാ, കുറച്ച് ഷുവർട്ടീസ് ഉണ്ട്, S1, S2, S3. ഇവർ 3 ആളും പാടെ 50 ലക്ഷത്തിന് എന്ത് ചെയ്തു, ഗ്യാരണ്ടി കൊടുത്തു 50 ലക്ഷത്തിന്. അങ്ങനെ വെച്ചാൽ S1 പറഞ്ഞിട്ടുണ്ട് എന്റെ ലയബിലിറ്റി എത്ര മാത്രമേ ഉള്ളൂ, 10 ലക്ഷം മാത്രമേ. അയാൾ ആൾറെഡി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, 10 ലക്ഷത്തിന് ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഷുവർട്ടി കൊടുക്കുള്ളൂ എന്ന്. അങ്ങനെ വെച്ചാൽ 10 ലക്ഷത്തിന് S1 എന്ത് ചെയ്യേണ്ടി വരും, ലയബിലിറ്റി കൊടുക്കേണ്ടി വരും. ബാക്കി ഒരു 40 ലക്ഷം S2 20 ലക്ഷം, S3 20 ലക്ഷം കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെ ഡിഫറെന്റ് സംസ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കോ ഷുവർട്ടീസ് കൊടുക്കാം.
ഗ്യാരണ്ടി കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഡിഫറെന്റ് സംസ് കൊടുക്കുകയാണെങ്കിൽ ആ ഡിഫറെന്റ് സംസ് അങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റിന് അനുസരിച്ചായിരിക്കും അവരുടെ ലയബിലിറ്റി വരിക എന്നാണ് പറയുന്നത്. ഓക്കെ, അതോടുകൂടെ നമ്മുടെ ഈ ഒരു വലിയ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ എന്ത് പറഞ്ഞു, ഇൻഡെംനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻഡെംനിറ്റിയിൽ ആകെ 2 സെക്ഷൻസ് ഉള്ളൂ, മെയിൻലി 124ഉം 125ഉം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, റൈറ്റ്സ്, ഓക്കെ, പേർപ്പസ്, കൺസിഡറേഷൻ, എസെൻഷ്യൽ എലമെന്റ്സ് എന്താണെന്നുള്ളത്, അത് തമ്മിലെ ഡിഫറൻസ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി തമ്മിലെ ഡിഫറൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഡിസ്ചാർജ് ആവുക? 3 കേസസ്: റിവോക്കേഷൻ ബൈ കണ്ടക്ട് ഓഫ് ദി ക്രെഡിറ്റർ, ഓൺ ഇൻവാലിഡേഷൻ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, അത് 3ആണ്. പിന്നെ നോക്കിയേ, ഇപ്പൊ ഇത്രയും നോക്കുക. പിന്നെ ലാസ്റ്റ് വന്നിട്ട് സമ്മറി നോക്കിയേ. സമ്മറി തന്നെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സമ്മറി വായിച്ചു കഴിഞ്ഞാൽ ഖത്തം. ഓക്കെ, പിന്നെ നമ്മുടെ ഇത് ടെസ്റ്റ്, ഈ ഒരു പോർഷൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതോടുകൂടെ നമ്മുടെ ഏത് ചാപ്റ്റർ കഴിഞ്ഞു? യൂണിറ്റ് 7 കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏത് ടോപ്പിക് ഡിസ്കസ് ചെയ്യും? യൂണിറ്റ് 8. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പോയിട്ട് പഠിക്കാം കേട്ടോ.